ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ലളിത സഹസ്രനാമ വ്യാഖ്യാനത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമ്മള് ലളിതാ സഹസ്രനാമത്തിന് 14 അധ്യായങ്ങളായിട്ട് തിരിച്ച് ഓരോ അധ്യായങ്ങളെ എടുത്ത് ആ ഓരോ അധ്യായത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപവും നാമാർത്ഥങ്ങളിലൂടെയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 11 അധ്യായങ്ങൾ നമ്മൾ കഴിഞ്ഞു. 12ാമത്തെ അധ്യായമാണ് ഇനി തുടങ്ങാൻ പോകുന്നത്. അപ്പം അധ്യായം 12 എന്ന് പറയുന്നത് യോഗിനി ന്യാസമാണ്. വളരെ വിശേഷപ്പെട്ട ലളിതാ സഹസ്രനാമത്തിന്റെ കാതൽ എന്നൊക്കെ പറയും. ഓരോ നാമവും വളരെ വിശേഷപ്പെട്ടത് തന്നെയാണ്. എങ്കിലും യോഗിനി ന്യാസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ദേവതകളെ കുറിച്ച് നമുക്കൊരു അറിവ് തരുന്നതാണ് യോഗിനി ന്യാസം. 465ാമത്തെ നാമം മുതൽ 532ാമത്തെ നാമം വരെയാണ് യോഗിനി ന്യാസം എന്ന് പറയുന്ന 12ാം അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീവിദ്യ ഉപാസന എന്ന് പറയുന്നത്. ഇത് കുറച്ചൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ ഉപാസനയിലൂടെ കടന്നു പോകുന്നവർക്കാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ശ്രീവിദ്യ ദീക്ഷ എന്ന് പറയുന്നത് തന്നെ ഒരു പരമ്പരാഗതമായിരിക്കുന്ന ദിവ്യമായ ജ്ഞാനത്തെ പ്രദാനം ചെയ്ത് ഗുരു ശിഷ്യനിലെ ബോധമണ്ഡലത്തില് ജ്ഞാനസ്വരൂപം പ്രകാശിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ദീക്ഷ എന്ന് പറയുന്നത്. നമ്മൾ മനു, ചന്ദ്രൻ മുതലായ 12 ശ്രീവിദ്യ ഗുരുക്കന്മാരെ കണ്ടു. അപ്പൊ അവര് അതിലൂടെ തന്നെ പരമ്പരകൾ തുടർന്ന് ഇന്നും ആ ഒരു സിദ്ധൗഖ മാനൗഖ ഗുരുക്കന്മാരിലൂടെ അപ്പോ ഗുരുക്കന്മാരുള്ള ശ്രീവിദ്യ പരമ്പര ഇന്നും തുടർന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോ ദിവ്യൗഖ, സിദ്ധൗഖ, മാനൗഖ ഗുരുക്കന്മാര്. നമ്മുടെ സ്വഗുരുവിനെയാണ് നമ്മൾ മാനൗഖ ഗുരു എന്ന് പറയുന്നത്. അപ്പൊ ദീക്ഷയിലൂടെ ഗുരു തന്നിലുള്ള സാധനാ ശക്തിയുടെ തപോബലത്തിൽ ശിഷ്യനെ ആധ്യാത്മിക ജ്ഞാനത്തിലേക്ക് ഉയർത്തുകയും വിജ്ഞാനത്തിന്റെ പരമപദത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ശ്രീവിദ്യ ദീക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ശിഷ്യന്റെ ഉള്ളിൽ ജ്വലിക്കുന്ന ദീക്ഷാഗ്നിയാൽ അവിദ്യയും അജ്ഞാനവും മാറി തെളിമ കൈവരുവാനും കർമ്മ, മാനസിക, വാക് പ്രപഞ്ചങ്ങളെ സാധനയിലൂടെ പുഷ്ടിപ്പെടുത്താനും ജ്ഞാന സമ്പാദനത്തിനും മോക്ഷത്തിനും യഥാർത്ഥ ഒരു പാരമ്പര്യ ദീക്ഷ വളരെയധികം സഹായകമാവുന്നുണ്ട്. മാത്രമല്ല ശ്രീവിദ്യ മന്ത്രം ഒരു ദീക്ഷയിലൂടെ പരമ്പരയിലൂടെ മാത്രം കിട്ടിയേ നമുക്ക് ഉപാസിക്കാൻ പറ്റുള്ളൂ. അപ്പോ ആ ഒരു പരമ്പരാധിഷ്ഠിതമായ മന്ത്രദീക്ഷയിലെ പരമശിവനിൽ നിന്ന് തുടങ്ങിയ പാരമ്പര്യത്തിലാണ് ശിഷ്യൻ എത്തുന്നത്. സദാശിവ സമാരംഭം. അപ്പൊ ഗുരു എന്നത് സാക്ഷാൽ പരമശിവൻ തന്നെയാണ്. അവിടെ പാതി ഗുരുവിൽ തുടങ്ങിയ സർവ്വ ഗുരുക്കന്മാരുടെയും അതുല്യമായ വ്യക്തിത്വവും ഉഗ്ര തപശക്തിയുമായിട്ട് ദീക്ഷാസമയം ശിഷ്യനിലേക്ക് എത്തുന്നത്. അപ്പൊ ഇപ്രകാരം ഉത്തമമായിരിക്കുന്ന ഒരു ഗുരുപാരമ്പര്യത്തിൽ നിന്ന് സ്വീകരിക്കുന്ന മന്ത്രങ്ങൾക്ക് യാതൊരു മന്ത്രദോഷങ്ങളും ഇല്ല എന്നുള്ളതാണ് ശാസ്ത്രം. ഇനി പുസ്തകങ്ങളിൽ നിന്നും മറ്റും നമ്മൾ വേറെ പല രീതിയിലും സ്വീകരിക്കുന്ന മന്ത്രങ്ങൾക്ക് മന്ത്രദോഷങ്ങൾ ഉണ്ടാവുകയും അത് സാധകന്റെ സർവനാശത്തിന് കാരണമാവുകയും ചെയ്യുന്നു പറയാറുണ്ട്. സ്വന്തം സാധനാശക്തിയില് അമൃതപൂർണമായിരിക്കുന്ന സഹസ്രാര പത്മത്തിൽ നിന്നും ശക്തിപാദം തുടങ്ങിയ ദീക്ഷാ വിധികളിലൂടെയാണ് ചൈതന്യം ശിഷ്യനിലേക്ക് ഗുരു പകരുന്നത്. അപ്പൊ മന്ത്രദീക്ഷയോടുകൂടി ശിഷ്യൻ ഒരു പുനർജന്മം ആരംഭിക്കുകയാണ്. മന്ത്രം ചൈതന്യപൂർണമാകുന്നതും സിദ്ധ രൂപം പ്രാപിക്കുന്നതും ആ ഒരു മന്ത്രദോഷങ്ങൾ ഇല്ലാതാക്കുന്നതും എല്ലാം തന്നെ ശരിയായ പാരമ്പര്യത്തിലൂടെ ക്രമമായ ശരിയായ മാർഗത്തിലൂടെ തന്നെ ലഭിക്കുമ്പോഴാണ്. അപ്പോ ദീക്ഷ എന്നത് ഒരുവന്റെ ജന്മത്തിലെ 3ാമത്തെ രാജകീയ ജന്മമാണെന്ന് ശാസ്ത്രം പറയാറുണ്ട്. ദീക്ഷാ ജന്മ തൃതീയം. അപ്പൊ നമ്മള് ഇപ്പൊ നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ കാണുന്നത് എല്ലാം തന്നെ എല്ലാ നാമങ്ങളും മന്ത്രങ്ങളാണെന്ന് തന്നെ പറയാം. ഓരോ മന്ത്രം എടുത്ത് നമുക്ക് വേണമെങ്കിലും ജപിക്കാൻ സാധിക്കും, അല്ലെ? മനനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്നത്. കാരണം എല്ലാം ദേവിയുടെ മന്ത്രമാണ്. ഓരോ മന്ത്രം എടുക്കുമ്പോഴും അത് അമ്മ തന്നെയാണ്, അല്ലെ? അപ്പൊ ആ മന്ത്രം ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് ജ്ഞാനസംക്രമം സാധ്യമാക്കുകയാണ്. അപ്പൊ സാധകന്റെ ഉള്ളിലെ ദേവതയെ ഉണർത്തുന്നത് മന്ത്രജപത്തിലൂടെയാണ്. യഥാർത്ഥത്തില് മന്ത്രം എന്നത് ദേവതയുടെ ശബ്ദപരമായിട്ടുള്ള ദേഹം തന്നെയാണ്. മന്ത്ര സാധന ചെയ്യുന്ന വ്യക്തികളില് പ്രാണനിലൂടെയാണ് മന്ത്രം തപശക്തി ആർജിക്കുന്നത്. അപ്പോ മന്ത്രവുമായിട്ട് സമ്പൂർണമായിരിക്കുന്ന ഐക്യം കൈവരിക്കാതെ ദേവതയുമായിട്ട് ഐക്യം പ്രാപിക്കാൻ സാധ്യമല്ല. അപ്പോ മന്ത്രവും ജപിക്കുന്ന വ്യക്തിയും തമ്മിൽ ദ്വൈതഭാവം ഉണ്ടായാല് സാധന പ്രാഥമിക അവസ്ഥയിൽ തന്നെയാണെന്ന് പറയാം. അപ്പൊ മന്ത്രവും താനും ദേവതയും എല്ലാം ഒന്നാണെന്നുള്ള ബോധ്യപ്പെടുന്ന അവസ്ഥയിലാണ് സാധന ഏറ്റവും ഫലപ്രദമായിട്ട് തീരുന്നത്. അപ്പൊ ഇതിന് നമുക്ക് ശ്രീ ഗുരുവിന്റെ അനുഗ്രഹം വേണം. മന്ത്രത്തിന്റെ ശക്തി, ഭക്തി, മന്ത്രോപദേശത്തിന്റെ ശക്തി, എല്ലാ കാര്യങ്ങളും ചേർന്നിട്ടാണ് സാധകന് മന്ത്രസിദ്ധി ഉണ്ടാകുന്നത്.
അപ്പോ പൂർവജന്മത്തില് താൻ അനുഷ്ഠിച്ചു വന്ന മന്ത്രപുരസ്സരണത്താലും മന്ത്രം കിട്ടാനായിട്ട് ഒരുപാട് പൂർണ്ണമായിരിക്കുന്ന ലളിതാ ത്രിപുരസുന്ദരിയുടെ അനുഗ്രഹവും വേണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു മന്ത്രം നമുക്ക് ജപിച്ച് എന്താ പറയാ ആ ഒരു തലത്തില് ദേവിയെ ആത്മശക്തിയായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ഈ ഒരു അക്ഷരമാല സൃഷ്ടിക്രമവും അക്ഷരമാല സാധന മഹത്വം ഒക്കെ വളരെ ഉയർന്നതാണ്. ദേവി മാതൃകാ മന്ത്രസ്വരൂപിണിയാണ് അല്ലെ. അപ്പൊ ഈ യോഗിനി ന്യാസം എന്ന് പറയുന്ന 12-ാം അധ്യായത്തില് ഈ പറയുന്ന അക്ഷര സ്വരൂപമായിരിക്കുന്ന യോഗിനികളെയാണ് കൂടുതലായിട്ടും പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഈ ഒരു അധ്യായം പറയുന്നതെന്ന് നോക്കിയതിന് ശേഷം ഓരോ നാമങ്ങൾ എടുത്ത് അതിലൂടെ പോവാം. അപ്പോ ഇതില് വശിന്യാദി വാഗ്ദേവതകള് ശരിക്കും പറഞ്ഞാല് ശ്രീ ലളിതാംബികയെ ദേവിയെ എങ്ങനെയാണ് പ്രകീർത്തിക്കുന്നതെന്ന് ചോദിച്ചാല്, ദേവി ശരിക്കും പറഞ്ഞാല് ഒരു സാധകന്റെ ശരീരത്തെ അവന്റെ പ്രാണനെ ജീവനെ ഒക്കെ ഒരു ഹ്യൂമൻ ബോഡി, അതായത് മനുഷ്യ ശരീരത്തിൽ എങ്ങനെയാണ് ദേവി സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു പെരിഷബിൾ ആണ്, നമ്മുടെ മോർട്ടൽ ആൻഡ് പെരിഷബിൾ ആണ് അല്ലെ. നമ്മൾ വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്ന കുറച്ച് വർഷങ്ങൾ ഭൂമിയിൽ നിന്ന് പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന ഈ ശരീരം എത്രയും പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് അല്ലേ. വളരെ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം മാത്രമേ ഈ ഭൂമിയിൽ നിൽക്കുന്നുള്ളൂ. അപ്പോ ശരിക്കും പറഞ്ഞാല് ദേവി എന്ന് പറയുന്ന ആ മഹാശക്തി ഒന്നിനെ അങ്ങനെ ജെൻഡറോ നാമരൂപങ്ങളോ മനുഷ്യനെന്നോ മൃഗമെന്നോ ഇല്ലാതെ എല്ലാ നാമരൂപങ്ങളിലും അല്ലെ, ജെൻഡറോ അതിന്റെ എന്താ പറയുക ഏത് ടൈപ്പ് ആണെന്നോ നോക്കാതെ ദേവി എല്ലാത്തിലും കുടികൊള്ളുന്നു. അപ്പൊ ഈ ദേവിയുടെ യോഗിനിമാരെല്ലാം തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളില് വിവിധ പേരുകളില് കുടികൊള്ളുന്നു. ശരിക്കും പറഞ്ഞാല് ആ ഒരു എന്താ പറയാ നമ്മുടെ എല്ലാവരുടെയും ശരീരം എടുത്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും ആ ഒരു 7 ബേസിക് ഇന്റേണൽ പ്രൈമറി കോമ്പോണൻസ് ഉണ്ട്, ധാതുക്കളുണ്ട്. അതായത് ആ ഒരു എന്താ പറയാ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ 3 എക്സ്റ്റേണലും ആ ഒരു എക്സ്റ്റേണൽ കോമ്പോണൻസ് നമ്മുടെ ശരീരത്തെ, ബാക്കിയുള്ളതെല്ലാം ഇന്റേണൽ ആയിട്ട് ബേസിക് ആയിട്ട് ആ ഒരു പ്രൈമറി കോമ്പോണൻസ് എന്ന് പറയുന്നത് ഇന്റേണലി എക്സ്റ്റേണലി യോഗിനിമാരാൽ എന്താ പറയാ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ അല്ലെ. അങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഈ യോഗിനിമാരിരുന്ന് പല പല കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ശരീരത്തെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ആ ഒരു എക്സ്റ്റേണൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും വെളിയിൽ നിന്ന് നമ്മുടെ ശരീരം ഉണ്ടായി കഴിയുമ്പോൾ ആ ഒരു ഏത് സമയത്താണോ ഏത് നിമിഷത്തിലാണോ ആ ഒരു എക്സ്റ്റേണൽ കോമ്പൗണ്ട് എന്ന് നമ്മൾ പറയുന്ന ആ പരാശക്തിയുടെ ജീവൻ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്, അപ്പോഴാണ് ഈ ഒരു ജഡമായിട്ടിരിക്കുന്ന സ്പന്ദനം ഉണ്ടെങ്കിൽ പോലും അത് ആക്ടിവേറ്റ് ആവുന്നത് ദേവി പ്രവേശിക്കുമ്പോഴാണ് അല്ലെ. അത് മാത്രമല്ല എപ്പോഴാണോ ഈ ജീവൻ ഈ ശരീരം വിട്ടു പോകുന്നത്, നമ്മുടെ ശരീരം പിന്നെ എന്താണ്, ജഡമായിട്ട് തീരണു, യാതൊരു പ്രയോജനം ഇല്ലാത്തതായിട്ട് തീരണു അല്ലെ. കത്തിച്ച് കളയാൻ മാത്രമേ കൊള്ളുള്ളൂ. കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഡീക്കേ ചെയ്യാൻ മാത്രമല്ല അത് എന്താ പറയാ ദുർഗന്ധം വമിപ്പിച്ചുകൊണ്ട് ആ ശരീരം ഒന്നിനും ഉപയോഗമില്ലാതായിട്ട് തീരണു, കൂടിച്ചേർന്നതെല്ലാം വിട്ടുപോവുകയും ചെയ്യുന്നു അല്ലെ. അതിനെ നമ്മൾ ഡെഡ് ബോഡി എന്നാണ് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഉടനെ തന്നെ താഴെ വീണു പോവുകയാണ്. എപ്പ ദേവി എന്ന് പറയുന്ന ജീവൻ ഇതിൽ നിന്ന് വിട്ടുപോകുന്നു അപ്പോഴത്തേക്ക് അത് ഇല്ലാതായി തീരുകയാണ്. ഈ ഒരു വളരെ അത്ഭുതകരമായിരിക്കുന്ന ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ഈ ഒരു മഹായന്ത്രത്തെ അല്ലെ, എന്ന് പറഞ്ഞാൽ നമുക്ക് യന്ത്രം എന്ന് പറയാം, എല്ലാം ഒരു വലിയ പരീക്ഷണശാല തന്നെയാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അതിനകത്ത് പല പല ദേവതമാര് പല പല കാര്യങ്ങൾ ചെയ്ത് ഇതിനെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് മഹാരാജ്ഞിയായിട്ട് ജീവന്റെ പ്രസൻസിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പൊ ദേവി നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള സത്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞോണം. ഇപ്പൊ യോഗിനി എന്ന് പറഞ്ഞാൽ എന്താ, ദേവതകള്. അപ്പൊ ദേവതകൾക്ക് ന്യാസം ചെയ്യണം. ന്യാസം എന്ന് പറഞ്ഞാല് താതാത്മ്യം പ്രാപിക്കുക. വേറെ എവിടെയോ ഇരിക്കുന്ന ശക്തികളല്ല ഇവരൊന്നും. ഇപ്പൊ 157 ശക്തികൾ നമ്മുടെ ശരീരത്തിലുള്ളതാണ്. 51 ശക്തികളെ കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം. കാരണം അത്ര ജീവരാശികളുടെയും ശരീരത്തിലെ ചില പ്രത്യേക സ്ഥലങ്ങളില് ദേവതാ രൂപത്തില് ഞാൻ ഇരിക്കുന്നു എന്ന് പരാശക്തി ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ പൂർണ്ണ ശരീരം എന്ന എല്ലാ ജീവരാശികളുടെയും ഫിസിക്കൽ ബോഡി, അതായത് സ്ഥൂല ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് സപ്തധാതുക്കൾ കൊണ്ടാണ്. എല്ലാവർക്കും അറിയാം അല്ലെ. ദേവി ഉപാസനയില് 7-ൽ നിന്നും കൂടുതലായി ദശധാതുക്കള്, നമ്മൾ ഇനി അത് പഠിക്കും.
അപ്പൊ ദേവി പല ധാതു രൂപത്തിലിരുന്ന് ശരീരവുമായിട്ട് ലയിച്ചിരിക്കുന്നു. ഇതുകൊണ്ടാണ് എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നതും എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതും. അപ്പോ എപ്പോൾ ഈ ശക്തി പുറത്തു വരുന്നോ അപ്പൊ ശരീരം ജഡമായിട്ട് തീരുന്നു. ന ശിവായ, ന ശിവായ എന്ന് പറഞ്ഞാൽ അത് ശിവം ആയിരുന്നു. ഇപ്പൊ എന്താ മംഗളകരമായിരുന്നു എപ്പോഴ് ജീവൻ ഉണ്ടായിരുന്നപ്പോ. അപ്പൊ ശിവം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മംഗളകരം. പിന്നെ ശിവൻ എങ്ങനെയായിട്ട് ഇരിക്കണമെന്ന് വെച്ചാൽ ആക്റ്റീവ് അല്ലാതെ ജഡമായിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. ജഡത്തിൽ ശക്തി ഇരിക്കുന്നത് കൊണ്ടാണ് എല്ലാം നടക്കുന്നത്. ഇപ്പൊ മറ്റുള്ള എല്ലാറ്റിന്റെയും ഉള്ളിൽ ഉണ്ടെങ്കിലും മുക്തി ലഭിക്കുന്ന ഒരേ ഒരു ജന്മം മനുഷ്യ ജന്മം മാത്രമാണ്. ഇപ്പൊ കാരണം മനുഷ്യന് മാത്രം മനസ്സെന്ന പ്രതിഭാസത്തോട് ചേർന്ന് കഴിയുവാൻ പറ്റുന്നു ഇല്ലേ. ഇപ്പൊ സ്ത്രീകൾ എല്ലാവരും സ്ത്രീയോനിയെങ്കിലും ഏത് സ്ത്രീയാണോ ആ ഒരു പൂജ, വ്രതം, ധർമ്മം, ആത്മജ്ഞാനം ഇവയെല്ലാം ഉള്ള ഒരു സ്ത്രീയെ നമ്മൾ ഉയർന്ന യോനികൾ എന്ന് പറയാറുണ്ട്. പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാകുന്നില്ല. തന്റെ കുഞ്ഞുങ്ങളെ ഉയർന്ന തലത്തിൽ എത്തിക്കാൻ ഉയർന്ന മനസ്സുള്ള അമ്മയേക്കാൾ അമ്മയ്ക്ക് മാത്രമേ ഗർഭം ധരിച്ച് പ്രസവിച്ച് വളർത്താൻ സാധിക്കുള്ളൂ അല്ലെ. ജ്ഞാനമസ്തി സമസ്തേഷു ജന്തൂർ വിഷയ ഗോചരേ ദേവി മഹാത്മ്യം. പ്രസവിച്ച എല്ലാം തന്നെ കുറച്ചു കാലം ശ്രദ്ധിച്ച് സ്വന്തം കാലിൽ നിർത്തുന്നതിനുള്ള ജ്ഞാനം ജന്തുക്കൾക്ക് പോലും ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവരതിനെ വിട്ടുപോവുകയും ചെയ്യുന്നു. അതിനോട് പ്രത്യേകിച്ച് ആസക്തി വെക്കുന്നില്ല. അതിനേക്കാൾ ഉയർന്ന തലമുള്ള മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? അവസാനം വരെ തൻ്റേതെന്നുള്ള ഒരു പാശം കൊണ്ട് മക്കളെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ തൻ്റെ കുടുംബം മാത്രം നന്നാവണം എന്ന് പ്രാർത്ഥിക്കണു ഇല്ലേ. അപ്പൊ ഞാനെന്ന് അഭിമാനിക്കുന്ന ശരീരം പോയാൽ ആരാണ് മക്കൾക്ക് ആശ്രയം എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അപ്പൊ ഞാൻ ആര് എന്ന യാഥാർത്ഥ്യം ബോധമുള്ള ഒരു സ്ത്രീക്ക് മാത്രമാണ് യഥാർത്ഥ അമ്മ എന്നുള്ള പദത്തിന് അർഹത. അതുകൊണ്ടാണ് നമ്മള് ജഗന്മാതാവായിരിക്കുന്ന ജഗദംബികയെ നമ്മൾ ശ്രീ മാത്രേ നമഃ, അല്ലയോ അമ്മ അമ്മ എന്ന് എല്ലാവരും വിളിക്കുന്നു അമ്മ അല്ലെ. കാരണം ആരാണ് താനെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന മഹാശക്തിയാണ് ദേവി. അച്ഛനമ്മമാർക്ക് ഭക്തി, വ്രതശുദ്ധി, ധർമ്മം എല്ലാം വേണം. കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ചെറിയ വയസ്സ് മുതൽ മനഃശുദ്ധി, ശരീരശുദ്ധി ഉള്ളവർക്ക് മാത്രമേ നല്ല ജീവൻ ശരീരത്തിൽ വന്നു ചേരുകയുള്ളൂ. അല്ലെങ്കിൽ ദുഷ്ട ആത്മാക്കൾ നമ്മുടെ ശരീരത്തിൽ വന്നു ചേരും. സന്ധ്യസമയത്ത് മഹാമന്ത്രങ്ങൾ ജപിച്ച് വീട്ടിലിരിക്കണം. നല്ല ജീവനുകളും നല്ല അച്ഛനമ്മമാരെ തേടി നടക്കുന്നുണ്ടാവും. സപ്തധാതു രൂപത്തിൽ ദേവി ശക്തി എപ്പോഴാണ് ഒരു കുഞ്ഞിന്റെ ദേഹത്ത് എത്തിച്ചേരുന്നതെന്ന് ആർക്കും അറിയില്ല. അപ്പൊ നല്ല ജീവനുകൾ കിട്ടുന്നത് മഹാഭാഗ്യമാണ്. അപ്പൊ നല്ല ജീവൻ വന്ന് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തി തൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും നന്മ ചെയ്യുന്ന വ്യക്തി അല്ലേ, അതാണ് പുണ്യാത്മാവിന്റെ ജനനം എന്ന് പറയുന്നത്. എല്ലാവരും സത്പുത്ര സന്തതി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭാഗ്യം കിട്ടുകയാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ മക്കൾ ഇല്ലെങ്കിൽ പോലും നമ്മൾ ചിലർ പറയുന്ന കേൾക്കാറുണ്ട് ഇല്ലേ, നമുക്ക് ഒരു ദുഷ്ടരായിരിക്കുന്ന മക്കൾ ഉള്ളതിനേക്കാളും ഭേദം ഇല്ലാതിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? സത്പുത്ര ലാഭം. ഇത് പുണ്യം കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. നമ്മൾ വെറുതെ വിചാരിച്ചുകൊണ്ട് കാര്യമില്ല, അതിനുള്ള പുണ്യം സമ്പാദിക്കണം. അപ്പൊ ദേവിയുടെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ അങ്ങനെയുള്ള പുണ്യം ലഭിക്കുകയുള്ളൂ. അപ്പൊ തത്ത് എന്ന പദത്തിലേക്ക് തൻ്റെ യാത്ര എത്തുവാൻ വേണ്ടി ഉള്ള കർമ്മങ്ങൾ ചെയ്യുന്നവനാണ് ശരിക്കും ചെയ്യുന്നവൻ ഇല്ലേ. അതാണ് മനുഷ്യ ജന്മ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതറിയുന്നവര് തന്നെ മഹാഭാഗ്യമുള്ള അച്ഛനമ്മമാരും കുഞ്ഞുങ്ങളും ഇത് ആണ്. അപ്പൊ ഇത് പുണ്യത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് കിട്ടുന്നത്. അപ്പോ അത്തരത്തിലുള്ള ജീവനുകൾ അങ്ങനെയുള്ള കുടുംബത്തിലേ ഉണ്ടാകുന്നുള്ളൂ. ഇപ്പൊ ധനമോ ഐശ്വര്യമോ എന്താ പറയുക, നമ്മൾ പുറമേ കാണുന്ന മോടികളോ ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ ആ കുടുംബത്തിൽ ജനിക്കുക. അതിന്റെ അകത്ത് ആ ജീവനുകള് അല്ലെങ്കിൽ അച്ഛനമ്മമാരും കുട്ടികളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, അവരെങ്ങനെയാണ് അതിനകത്ത് ജീവിക്കുന്നത് ഒന്നും നമുക്ക് അറിയില്ല. അവരുടെ പുറമേയുള്ള മോടി കണ്ടിട്ട് നമ്മൾ ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങനെയല്ല. കാരണം അച്ഛനമ്മമാരും കുഞ്ഞുങ്ങളും തമ്മിൽ ഒരു പ്രത്യേക ബോണ്ടേജ്, അവരുടെ ലക്ഷ്യത്തെ മനസ്സിലാക്കി കൊടുക്കുകയാണ് അച്ഛനമ്മമാര് ചെയ്യുന്നത്. അവരെ സ്വന്തം കാലിൽ നിർത്തി അവർക്കിത് സമൂഹത്തിനും തൻ്റെ കുടുംബത്തിനും ഇല്ലേ ശ്രേയസ് കൈവരിക്കാനുള്ള രീതിയിൽ അവരെ ആക്കി തീർക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ജീവനുകള് ഭാഗ്യമുള്ള കുടുംബത്തിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ബാഹ്യധാടിമോടി ധനം ഒന്നും ഇതിന് അളവുകോലല്ല. മനുഷ്യ ശരീരം സപ്തധാതുക്കൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതില് ശക്തിധാതു, ശിവധാതു എന്ന് രണ്ട് ധാതുക്കളുണ്ട്. രണ്ടും ചേർന്നതാണ്. കാരണം ഈ ഏത് വിത്ത് പൊട്ടിച്ചു നോക്കിയാലും ഒന്നായിട്ടിരിക്കുന്ന കാണാം ഇല്ലേ. ഒന്നായിരുന്നാൽ അത് രണ്ടായിട്ടിരുന്നാൽ അത് മുളക്കില്ല. ഒന്ന് ചേർന്നാൽ മാത്രമേ ഒരു പൊതുജീവൻ അതിലുണ്ടാകുന്നുള്ളൂ. ഇത്
ഒരു പരമസത്യമാണ്. ശിവനും ശക്തിയും വേറെ എന്ന് തോന്നുന്നെങ്കിലും അവർ ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റില്ല. അവര് ഒരിക്കലും പിരിഞ്ഞിട്ടില്ല. പിരിഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡ് പോലും ഭുവനങ്ങളിലും ബ്രഹ്മാണ്ടങ്ങളിലും സൗരയൂഥങ്ങളിലും ഓരോ സൗരയൂഥത്തിലും ഓരോ ഭൂമിയിലും നവഗ്രഹങ്ങളും എല്ലാം തകരാറാകും ഈ യാത്രകളെല്ലാം, ഇല്ലേ? സൗരയൂഥത്തിൽ കൂടെ മിൽക്കി വേ ഗാലക്സി, ഇല്ലേ? ഓരോ കോസ്മിക് എനർജീസ്, ഇതെല്ലാം അതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചിരിക്കുന്ന എന്തുകൊണ്ടാ? ഈ ശിവനും ശക്തിയും നിത്യഹോതാക്കളായിട്ട് ചിന്താമണി ഗൃഹത്തില് ചിദഗ്നികുണ്ഡത്തില് അവരെപ്പോ പ്രപഞ്ചം ഉണ്ടായോ അപ്പോഴ് ഹോമം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് സങ്കല്പം. നമ്മള് ആ ചിന്താമണി ഗൃഹത്തിൽ ചെല്ലുമ്പോൾ നമുക്കതിന്റെ അഗ്നികോണില് ഒരു കാമേശ്വരനും കാമേശ്വരിയും സദാ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിദഗ്നികുണ്ഡം കാണാൻ പറ്റും. ഇപ്പൊ പ്രാണനില്ലാതെ സ്തംഭിക്കും എപ്പോഴെങ്കിലും സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ. സെപ്പറേഷൻ എന്നൊരു കാര്യം ഇതിനകത്ത് ഇല്ല. ഇപ്പൊ ശിവശക്തി ഇല്ലെങ്കിൽ സപ്തധാതുക്കളുടെ അധിപതികള് യോഗിനി ദേവികളുണ്ട്. എല്ലാവർക്കും ആഹാരമാണ് പ്രഥമ ആവശ്യം എന്ന് പറയുന്നത്. അപ്പോ എന്താണ് പ്രഥമ ആവശ്യം? ആഹാരമാണ്, അല്ലെ? സ്ഥൂല ശരീരം. അപ്പൊ മനുഷ്യ ശരീരത്തിലെ പ്രധാന ആഹാരം എന്താണ്? ഷുഗർ എന്ന് നമ്മൾ പറയും, പഞ്ചസാര, അല്ലെ? എനർജിയാണ്. അപ്പൊ ആഹാരം വായിലിട്ട് ഉമിനീരുമായിട്ട് ചവച്ച് ഒരു ദ്രവ്യമാകും. അത് പാകപ്പെടുത്തുന്നത് സൂര്യതാപം കൊണ്ടാണ്. ഇപ്പൊ ഇട എന്ന ചന്ദ്രനും പിങ്കള എന്ന സൂര്യനും ഉണ്ട്. അപ്പൊ സുഷുമ്ന എന്ന നടുവിലൂടെ അതിലൂടെയാണ് പ്രാണസഞ്ചാരം ചെയ്യുന്നത്, പ്രാണൻ. ഇപ്പൊ സൂര്യശക്തി നമുക്ക് എന്താ പറയാ, സൂര്യശക്തി എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ഉള്ളിലേക്ക് ഇട്ട് വേവിക്കണം. അപ്പൊ അതിനെ രണ്ടായിട്ട് പിരിക്കും. അതിന്റെ മേജർ പോർഷൻ എന്ന് പറയുന്നത് 60-65% എന്താണ്? ചർമ്മമായിട്ട് തീരും, ത്വക്ക്. അപ്പൊ ചർമ്മത്തിന് 3 ലെയേഴ്സ് ഉണ്ട്. ഒന്ന് മേലെ, ഒന്ന് താഴെ, ഒന്ന് നടുക്കൊന്ന്, അങ്ങനെ 3 അപ്പൊ എല്ലാ സെൽസിനും 3 ലെയർ ഉണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ 6 ട്രില്യൺ സെൽസ് മുകളിൽ തന്നെ ഉണ്ട്. ഒരു ദിവസം 500 മില്യൺ ചത്തുപോകും. എല്ലാം ഈ 3 ലെയറിൽ ആണ് ചേർന്നിരിക്കുന്നത്. അപ്പൊ ത്രിശക്തി, ത്രിഗുണ, ത്രയക്ഷരി, ത്രയംബക, ത്രികാല, ത്രിനയന എല്ലാം 3ന്റെ സ്വരൂപങ്ങൾ, അല്ലെ? അപ്പൊ ശരീരത്തില് ത്വക്കാണ് കൂടുതൽ. ഇപ്പൊ രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നതാണ് രക്തം. ഇപ്പൊ രക്തത്തിൽ നിന്ന് മാംസം, മാംസത്തിൽ നിന്ന് മേധസ്, മേധസ്സിൽ നിന്ന് അസ്ഥി, അല്ലെ? അസ്ഥിയിൽ നിന്ന് മജ്ജ, മജ്ജയിൽ നിന്ന് ശുക്ലം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ലെവലിൽ ഇരിക്കുന്നത്. ഒരു ഹ്യൂമൻ ബോഡി ഈ ലെവലിലാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്റേണൽ പവേഴ്സ് ആണ്. ആഹാരത്തിൽ നിന്നാണ് ഇതെല്ലാം കിട്ടുന്നത്. ഇപ്പൊ പുരുഷന് ശുക്ലം, സ്ത്രീകൾക്ക് നാദം എന്ന് പറയും, അല്ലെ? ഇപ്പൊ സ്ത്രീകള് പ്രകൃതി, അല്ലെ? പ്രകൃതി എന്ന് പറയും. അപ്പൊ അവരുടെ ആ ഒരു ശുക്ലം എന്ന് പറയുന്ന ജീവനാണ്. സ്ത്രീകൾക്ക് നാദം എന്നാണ് അതിന്റെ പേര്. ഇനി അടുത്തത് പ്രാണൻ, ജീവൻ. അപ്പൊ പരാശക്തി എന്ന് പറഞ്ഞത് എക്സ്റ്റേണൽ പവർ, പുറത്തുനിന്ന് വരുന്നതാണ്. ഈ സപ്തധാതുക്കള്, സപ്തയോഗിനികള് ന്യാസം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും ഈശ്വരനും യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ള സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ പ്രധാനം നട്ടെല്ലാണ്, അല്ലേ? അതാണ് ഇരിക്കുക, നടക്കുക, കിടക്കുക എന്നുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്. ഇതിനോട് ചേർന്നാണ് എല്ലാ ചക്രങ്ങളും ഇരിക്കുന്നത്. എല്ലാം ഇതിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ സഹസ്രാരം എന്ന ചക്രത്തിന് 6 ചക്രങ്ങൾ ആധാരമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എല്ലാം എപ്പോഴും ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൂലാധാരം ക്ലോക്ക് വൈസിൽ ചുറ്റി, സ്വാധിഷ്ഠാനം അടുത്ത ചക്രത്തിനെ ചുറ്റുന്നു. അങ്ങനെ മുകളിൽ എത്തിയ ശേഷം അവിടെ നിന്നും ആന്റി ക്ലോക്ക് വൈസിൽ ആയി താഴോട്ട് വരുന്നു. ഇതാണ് എല്ലാ കർമ്മങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മള് ന്യാസം എന്ന് പറഞ്ഞാല് ദേവി ഉപാസനയിൽ 2 തരത്തിലുണ്ട്. ഒന്ന് ലഘുന്യാസം, ഒന്ന് മഹാന്യാസം. ഇപ്പൊ ന്യാസം 2 ടൈപ്പ്. ഒന്ന് ഒരു ബീജാക്ഷര മന്ത്രങ്ങളെ ചൊല്ലി ഋഷി, ഛന്ദസ്, ദേവത 3 അടുത്തത്, അതായത് ഹൃദയം, ശിരസ്, ശിഖ, ഇങ്ങനെ. പിന്നെ കവചം, നേത്രം, അസ്ത്രം 6. അപ്പൊ ഇങ്ങനെ ഷഡംഗന്യാസം എന്നാ ഇതിന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഐം, ക്ലീം, സൗഹു ഇത് മഹാബീജങ്ങളാണ്, ദേവിയുടെ തന്നെ ബീജങ്ങളാണ്. അപ്പൊ ഇതിന് 6 ന്യാസം, അതായത് പൂജ, ജപം തുടങ്ങിയവയ്ക്ക് മുമ്പ് ഇത് ചെയ്തിരിക്കണം. അപ്പൊ ദേവി ശക്തി സംസ്ഥിത, ഷഡ് ശക്തികളെ ജലത്തിലും ആവാഹിക്കാറുണ്ട്. പിന്നെയാണ് വരുണനെ ആവാഹിക്കുന്നത് പോലും. അപ്പോ ഈ മന്ത്രസിദ്ധി ഏത് പൂജകൾ ചെയ്താലും പൂർണ്ണ ഫലം കിട്ടാൻ വേണ്ടി ഈ ലഘു ഷോഡശ ന്യാസം ചെയ്തേ തീരുള്ളൂ. ഏത് ശ്രീവിദ്യ ഉപാസകൻ അല്ലെങ്കിൽ ശക്തി ഉപാസകനും ന്യാസം കമ്പൽസറി ആണ്. അപ്പോ
ശരിക്കും പറഞ്ഞാല് 6 ന്യാസങ്ങള്, അതിനെ ലഘു ഷോഡശിയില് 6 മുഖ്യ ദേവതകളാണ് ഷോഡശ ന്യാസത്തിൽ വരുന്നത്. അപ്പോ ഒന്ന് ഗണേശന്യാസം, ഗ്രഹന്യാസം, നക്ഷത്രന്യാസം, യോഗിനി ന്യാസം, രാശിന്യാസം, പീഠന്യാസം. ഗണേശ ന്യാസം എന്നാല് ആ ഒരു ഗണങ്ങളുടെ ന്യാസാണ്. 51 ഗണങ്ങള്. ഓരോ ത്രികോണങ്ങള് അത് ഉപാസനാ രീതിയിലൂടെ അറിയേണ്ടതാണ്. 2 നവഗ്രഹങ്ങള്, 3 27 നക്ഷത്രങ്ങള്, യോഗിനി 7 പേര്, രാശികള് 12 പീഠങ്ങള്, മൊത്തം 51 എണ്ണം. അപ്പൊ ഇത്ര പേരെയും നമ്മൾ ശരീരത്തിൽ കണ്ട് താതാത്മ്യം പ്രാപിക്കണം. ദേവതകള് ശരീരത്തില് ഗ്രന്ഥികളിലാണ് ഇരിക്കുന്നത്. ഉപാധികളുണ്ട്. അപ്പൊ ശക്തി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് ആ ഒരു ഇലക്ട്രിസിറ്റി പോലെ ആണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. എല്ലാ ദേവതകളും ഉറങ്ങിക്കിടക്കുകയാണ്. അതിനെല്ലാം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. അത് ജഡശരീരത്തില് ജഡശരീരം പോലെ ഇരിക്കും. പക്ഷെ ആക്ടിവേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ശക്തികളെ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അവയെ ഉണർത്തുക. ഇവർ എത്ര പേര് വന്നാല് ബ്രഹ്മാണ്ടം നമ്മുടെ ഉള്ളിലാണ്, ഇല്ലേ? ഇത്രയും പേര്, അതായത് ഈ ഗണേശ ഗ്രഹ നക്ഷത്ര രാശി സ്വരൂപിണി എന്ന ദേവിയെ പറയാൻ കാരണം ഇവരെല്ലാം പ്രപഞ്ചത്തിൽ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഒരു മിനിയേച്ചർ ആയിട്ടിരിക്കുന്ന പ്രപഞ്ചം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മുടെ ശരീരം പ്രപഞ്ചമായിട്ട് തീരുകയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത. ഇത് ക്ഷേത്രമാണ്. ക്ഷേത്രജ്ഞ വിഭാഗത്തിൽ നമ്മൾ കണ്ടു അല്ലെ? ക്ഷേത്രമാകുന്ന ശരീരത്തിൽ ക്ഷേത്രജ്ഞയായിട്ടിരിക്കുന്ന അമ്മ. ഈ ശരീരം എന്ന ആ ഒരു പിണ്ടാണ്ടം ബ്രഹ്മാണ്ടത്തിന് തുല്യമായിട്ട് തീർന്നു. ഇനി അടുത്ത ന്യാസത്തെയാണ് നമ്മൾ മഹാഷോഡ ന്യാസം എന്ന് പറയുന്നത്. അതിലെ പ്രപഞ്ചം, ഭുവനം, മൂർത്തി, മന്ത്രം, ദേവത, അഷ്ടമാതൃക്കള്. ഇപ്പൊ പ്രപഞ്ചം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അൺഇമാജിനബിൾ ആണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പോ ബ്രഹ്മാണ്ടം, ഭുവനം 724 എന്ന് പറയുന്നു. മൂർത്തികള്, അതായത് മൂർത്തം, ആ മൂർത്തികൾ, അതായത് അതിനൊക്കെ ഇൻഫിനിറ്റ് മന്ത്രങ്ങളാണ്, ഇല്ലേ? സപ്തകോടി മഹാമന്ത്രങ്ങളുണ്ടെന്നാ പറയുന്നത്. അപ്പൊ ആ ഒരു മനസാ വാച കരങ്ങള് എങ്ങനെ നമുക്ക് തൊട്ടാലും അത് നമ്മുടേതാണ്. അപ്പോ ത്വക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. യോഗിനി ന്യാസത്തിൽ വിശുദ്ധി ചക്രമാണ് ആദ്യം വരുന്നത്. കാരണം ആഹാരത്തില് രസം ഫസ്റ്റ് ത്വക്കായിട്ട് മാറുകയാണ്. പിന്നെയാണ് അത് രക്തമായിട്ട് മാറുന്നത്. ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ആ ഒരു ലൈഫ് ട്രോൺ, അതായത് ജീവ സംബന്ധമായിട്ടുള്ളത്, ശരിക്കും പറഞ്ഞാല് ആ ഒരു ആത്മീകം, ആ ഒരു നമ്മുടെ ആ ഒരു എന്താ പറയാ നിഘണ്ടുവില് ആത്മീകം എന്നുള്ള ഒരു വാക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ. കാരണം ഇതിനെയൊക്കെ എന്താ പറയാ ഉജ്ജ്വലിപ്പിക്കുന്നത് നമ്മുടെ ആത്മാവാണ്. ആത്മാവുള്ളത് കൊണ്ടാണ് ഇതിനെയൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്, ഇല്ലേ? ആ ഒരു പല ഭാവത്തിൽ നമുക്ക് ഇതിനെ അറിയാൻ സാധിക്കും. ബ്രഹ്മജിജ്ഞാസ, നിഷ്ഠ, നിത്യ അനുഷ്ഠാനങ്ങളെല്ലാം ഇതിന് വേണം, എങ്കിലേ അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ പ്രപഞ്ചം വലുതാണ്, ഇല്ലേ? അപ്പൊ ശബ്ദത്തിന്റെ രൂപമാണ് നാമം എന്ന് പറയുന്നത്. എല്ലാ ശബ്ദത്തിനും രൂപവും എല്ലാ രൂപത്തിനും ശബ്ദവും ഉണ്ട്. ഇപ്പൊ വിശുദ്ധി ചക്രം എന്ന് പറഞ്ഞാല് ആ ഒരു 5th ചക്രമാണ്, 5ാമത്തെ. ഇവിടെ ജീവൻ ശരിക്കും പറഞ്ഞ ഒരു പാസഞ്ചർ, ഒരു യാത്രികനാണ്. ഇവിടെ ഒരു ട്രാവലർ ആയിട്ട് ഇവിടെ ഇരിക്കുക. കാരണം മൂലാധാരത്തിൽ നിന്ന് യാത്ര തുടങ്ങി വിശുദ്ധി ചക്രത്തിൽ വന്ന് വിശുദ്ധിയായിട്ട് ഇരിക്കുകയാണ് അവിടെ. കാരണം അത് വിശേഷേണ ശുദ്ധമായി, ആ ഒരു പരമാത്മാവിനെ ദർശിച്ച് യജ്ഞത്തിലൂടെ ശുദ്ധമായി എന്നർത്ഥം. ഇപ്പൊ പ്രപഞ്ചവുമായിട്ട് ആ ഒരു കണക്ഷനായി വന്ന ആയിട്ടാണ് അത് ശുദ്ധമാവാൻ കാരണം. അതുകൊണ്ടാണ് ഇപ്പൊ ജീവന്റെ ആ ഒരു സന്ദേഹങ്ങൾ ഒടുങ്ങി, മാലിന്യങ്ങൾ പോയി. അപ്പൊ മാതൃക്കള് 8 പേരുണ്ട്. അടുത്തത് ശ്രീവിദ്യ ഉപാസന ഒരു പരമ്പരയാണ്, ഒരു കൾട്ടാണെന്ന് നമ്മൾ കണ്ടു. 5 പ്രധാന തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ശ്രീവിദ്യ എന്ന് പറയുന്നത് മഹർഷിമാര് തന്റെ തപധ്യാനാദികൾ ചെയ്ത് മന്ത്രദേവതകളുടെ സിദ്ധിയെ നേടി അവരാലെ ഉണ്ടാക്കിയ സമ്പ്രദായം, ഇല്ലേ? അതാണ് നമ്മൾ പിന്തുടരുന്നത്. അപ്പൊ ആദ്യത്തേത് മഹാമേരുവാണ്, ശ്രീചക്രം, ഇല്ലേ? ശ്രീചക്രം തന്നെ ഫ്ലാറ്റ് ആയിട്ട് പരന്നതുണ്ട്, ഒന്ന് മേരുവായിട്ടുമുണ്ട്. വളരെ ഐശ്വര്യമുള്ളതാണ് ശ്രീചക്രം എന്ന് പറയുന്നത്. കാരണം പ്രപഞ്ചത്തിന്റെ ഒരു മിനിയേച്ചർ ഫോമാണ് ശ്രീചക്രം. ശ്രീചക്രം. 2 ശ്രീവിദ്യ മന്ത്രം. ശരിക്കും പറഞ്ഞാൽ അതിൽ മൂന്നെണ്ണമാണ് പ്രധാനം. നവാക്ഷരി, പഞ്ചദശി, ഷോഡശാക്ഷരി. അപ്പൊ ഇത് ജപിച്ചാല് ദേവതയുമായിട്ട് നമുക്ക് ബന്ധമുണ്ടായി എന്നർത്ഥം. നമ്മൾ ബന്ധം വയ്ക്കുന്നത് എങ്ങനെയാ? ഈ മന്ത്രത്തിലൂടെയാണ്. ഇപ്പൊ നാമത്തിനും രൂപത്തിനും വ്യത്യാസമില്ല. നാമമുള്ളിടത്ത് രൂപമുണ്ട്, രൂപമുള്ളിടത്ത് നാമവുമുണ്ട്. അപ്പൊ ആ ഒരു സ്പെസിഫിക് ആയിട്ട് ഒന്നിനെ
കാണണം എന്നില്ല. അപ്പൊ കണ്ടാ നല്ലതാണ്. 3 പരാംബിക ദേവി അല്ലെ. ഇത് വിഗ്രഹം. ഈ വിഗ്രഹത്തിലെ കുംഭം, കണ്ണാടി എന്തിൽ വേണമെങ്കിലും നമുക്ക് കാണാം അമ്മേ. അപ്പൊ ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് എല്ലാം തന്നെ. അപ്പൊ ഈ എന്തിലും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ശത്രുവും മിത്രവും എല്ലാം ദേവി തന്നെയാണ്. എല്ലാം എന്താണ് നമുക്ക് ഒന്നിനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ആ ഒരു ഗുരു മന്ത്രോപദേശം തന്നു. ഗുരു എല്ലാം ഒരേ സ്ഥാനം. അതായത് നമ്മള് സെൽഫ് എന്ന് പറയുന്ന ഞാൻ, ഈ 5ഉം ഒന്നാണ് എന്നുള്ള വിശ്വാസമുള്ള വ്യക്തി എല്ലാം ഒന്നായിട്ട് കാണണം. ഇതാണ് ശ്രീവിദ്യാ സമ്പ്രദായത്തിന്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെ. എല്ലാവരിലും ഈ പ്രപഞ്ചവും ഞാനും പഞ്ചഭൂതങ്ങളും ഒന്നും യാതൊരു വ്യത്യാസവും ഇല്ല. എല്ലാത്തിനെയും ഒന്നായിട്ട് കാണുക. അതില് ഋഷി, ഛന്ദസ്, ദേവത, ധ്യാനം തുടങ്ങിയവ ഉണ്ട്. അപ്പൊ ഛന്ദസ് ഇല്ലെങ്കിൽ, ഛന്ദസ് എന്ന് പറഞ്ഞാൽ മീറ്റർ, മന്ത്രം ഇല്ല, അർത്ഥമില്ല. അപ്പൊ മന്ത്രത്തിന്റെ ആ ഒരു പരിമിതി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു കൺട്രോൾ ചെയ്യുന്നതെന്ന് അർത്ഥം. അപ്പൊ ശരിക്കും പറഞ്ഞാല് ആ ഒരു മാഹാത്മ്യം, ശക്തി കൊടുക്കുന്നത് ഈ ഛന്ദസ്സാണ്. അപ്പൊ മന്ത്ര ദേവത എന്ന് പറഞ്ഞാൽ എന്താ? മന്ത്രത്തിന്റെ അതിദേവതയെ നമ്മൾ ധ്യാനം ചെയ്യണം, അതിൽ ലയിക്കണം. അപ്പൊ ധ്യാന കോടി സമം ലയഹ. അപ്പൊ കോടി ധ്യാനം ഒരു ലയനം അല്ലെ, തുല്യമാണെന്ന് പറയണു. അപ്പൊ ആ ഒരു അലൈൻമെന്റ് ഉണ്ടാക്കണം ഇഷ്ടദേവതയുമായിട്ട്. ധ്യാനം എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്യണം, വളരെ ഡീപ്പായിട്ട് ചെയ്യണം. അപ്പോ ആ ഒരു സന്യാസത്തിലെ പരമഹംസ സ്ഥാനം ഉയർന്നതാണ്. രാമകൃഷ്ണ പരമഹംസർ ഇല്ലേ, തനിക്കും ദൈവത്തിനും വ്യത്യാസമില്ല എന്ന സത്യം ഉണർന്ന പരമഹംസ ആളിനെയാണ് നമ്മൾ പരമഹംസർ എന്ന് പറയുന്നത്. അപ്പൊ കാളി ഞാൻ, ആ ഒരു ഞാൻ തന്നെ ആണോ എന്നുള്ള ആ ഒരു ഉണ്മ ഉണർന്ന ആളാണ് അദ്ദേഹം. അപ്പൊ ശക്തി തത്വം 5ഉണ്ട്, ശിവതത്വം 4 അല്ലെ. അപ്പൊ ശക്തി മൂലകങ്ങള് ത്വക്ക്, രക്തം, മാംസം, മേധസ്, അസ്ഥി. ശിവമൂലകങ്ങള് മജ്ജ, ശുക്ലം, ജീവൻ, പ്രാണൻ. അപ്പൊ ഇതിൽ ആ ഒരു ശ്രീചക്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 ശക്തി ത്രികോണങ്ങളും ഊർധ്വമായിരിക്കുന്ന 4 ശിവത്രികോണങ്ങളും കൂടെ ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ്, പരസ്പരം ചേരുമ്പോഴാണ് ശ്രീചക്രം ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ശരീരവും. ഇതില് പരാശക്തിയാണ് ശരിക്കും ആ ഒരു സൂപ്പർവൈസ് ചെയ്യുന്നത്. ഇതിൽ പ്രാണനെയും ജീവനെയും ശക്തിയാണ് പറഞ്ഞു വിടുന്നത് അല്ലെ. തത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഓൺലി വിറ്റ്നസിങ് ശക്തിയാണ് പ്രധാനം. ഇപ്പൊ ശിവൻ നമ്മുടെ ശരീരത്തില് എന്താ പറയാ, ആ ഒരു ശരീരത്തില് മറഞ്ഞ് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇരിക്കണമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ മജ്ജ, ശുക്ലം ഇവ വളരെ കുറച്ചേ ഉള്ളൂ ഇല്ലേ. എവിടെ ഇരുന്നാലും ശിവൻ ശക്തിയെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ശക്തി സദാശിവനെ തേടി പോകും. കാരണം ശക്തിക്ക് ശിവനില്ലാതെ നിലനിൽപ്പില്ല എന്നർത്ഥം. സ്വതന്ത്ര ശക്തിയാണ് എങ്കിലും ശക്തി എപ്പോഴും അവതാരമെടുത്ത് തപസ് ചെയ്ത് ശിവനെ ആകർഷിച്ച് ചേരുവാൻ ശ്രമിക്കണം അല്ലെ. ഇപ്പൊ സ്ത്രീയാണ് പുരുഷനെ അടയാൻ ശ്രമിക്കുന്നത് അല്ലെ. ആ ഒരു എഫേർട്ട് എടുക്കുന്നത് ശക്തിയാണ്. അപ്പൊ പ്രാണൻ ജീവൻ ലെവലില്, അപ്പൊ ശിവൻ മഹാശക്തിയാണെങ്കിലും മറഞ്ഞിരിക്കണു. അപ്പൊ ശരീരത്തില് ആ എന്താ പറയാ, ശരീരം ആദ്യം ഖലു ധർമ്മസാധനം എന്ന് പറയാൻ കാരണം അതാണ്. അപ്പൊ ധർമ്മത്തില് ജീവിച്ച് ശരീര ഉപാധിയിലൂടെ ശിവത്വത്തെ അറിയണം. അപ്പൊ ആ ഒരു പ്രാരബ്ധ കർമ്മമായിട്ട് വരുന്നത് ചിലത് അനുഭവിക്കും, ചിലത് അനുഭവിക്കാതെ പോകും. അപ്പൊ നമ്മുടെ സത്കർമ്മ ഫലങ്ങള് ഈ ജന്മത്തിൽ കിട്ടിയില്ലെങ്കിലും നമുക്ക് ബോണസ് ഉൾപ്പെടാതെ എപ്പോഴെങ്കിലും കിട്ടും, ഉറപ്പാണ്, സംശയമില്ലാത്ത കാര്യമാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ പഞ്ചയജ്ഞങ്ങൾ എല്ലാ ജീവനും ചെയ്തിരിക്കണമെന്ന് പറയുന്നത്. ദേവയജ്ഞം, പിതൃയജ്ഞം, ഋഷിയജ്ഞം, ഭൂതയജ്ഞം, നരയജ്ഞം. അപ്പൊ ഫലത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. അപ്പൊ ഇതിൽ വിശ്വാസം വരണമെങ്കിൽ ആ വിജ്ഞാനം വരണം. സത്യമായിട്ടും ആ ഒരു എന്താ പറയുക, സത്യമായ ജ്ഞാനം വേണം. അപ്പൊ ഭൗതിക ജ്ഞാനങ്ങൾ അടിമുടി മാറിക്കൊണ്ടിരിക്കും ഇല്ലേ. അത് ശരിക്കും പറഞ്ഞാല് പെർമനന്റ് അല്ല. ഇപ്പൊ യോഗിനി ന്യാസം തുടങ്ങുന്നത് വിശുദ്ധി ചക്രത്തിൽ നിന്നാണ്. അപ്പൊ 16 കലകള്, 16 പെറ്റൽസ്. ഇപ്പൊ ശ്രീകൃഷ്ണൻ മാത്രമാണ് 16 കലകളുള്ളത്. കലകൾ എന്ന് പറഞ്ഞാൽ ഓറകള്. 14 ലോകങ്ങളെ കുറിച്ച് ഋഷിമുനിമാർക്ക് കുറച്ച് അറിവുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു 65 ട്രില്യൺ ലൈറ്റ് ഇയേഴ്സ് ആണ് യാത്ര ചെയ്ത് വെളിയിൽ ഒരു പാൽക്കടലുണ്ട് നമുക്ക്. ഇത് ഇന്ന് ശാസ്ത്രജ്ഞന്മാരും അംഗീകരിച്ചിട്ടുണ്ട്. ഇതിനെയാണ് മിൽക്കി വേ ഗാലക്സി എന്ന് പറയുന്നത്, ഒരു വലിയ പാൽക്കടല്. അപ്പൊ അതില് ഒരു സ്പൂൺ ജലം എന്ന് പറയുന്നത് ഇവിടുത്തെ സപ്തസാഗരങ്ങളെ നിറയ്ക്കാൻ തക്ക കഴിവുള്ളതാണ്. ഇപ്പൊ നാസ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഭാരതദേശത്തിന്റെ ജ്ഞാനം ഓരോരുത്തരെയും മുക്തിയിൽ എത്തിക്കുന്നതാണ്. ഈ ഷഡാധാര ചക്രങ്ങളെല്ലാം തന്നെ ആക്ടിവേറ്റ് ചെയ്താലേ ഈ സത്യങ്ങളെ അറിയാൻ സാധിക്കുകയുള്ളൂ.
ഈ സ്ഥലങ്ങളിലെ മനസ്സ് എന്ന കണ്ണുകൊണ്ട് ശ്രദ്ധിച്ചാൽ ഇത് ആക്ടിവേറ്റ് ആകും. കാരണം കുണ്ടലിനി ശക്തി 3 രീതിയിലാണ് ഉണർത്തുന്നത്. 1 കുണ്ടലിനി യോഗം, 2 മൈഥുനം, 3 പരോക്ഷമായിരിക്കുന്ന ഭക്തി. അപ്പൊ ചക്രങ്ങള് എല്ലാം തന്നെ എന്താ പറയാ ആ ഒരു കറങ്ങാതിരിക്കും. കാരണം എന്താ, ഈ ഒരു നമ്മൾ അതിനെ ഉണർത്തിയില്ലെങ്കിൽ അത് സ്റ്റാഗ്നന്റ് ആയിട്ടിരിക്കും, അതിന് ശക്തിയില്ല, ഇല്ലേ? ആ മഹാശക്തിയെ അറിയാനാണ് ദൈവം നമുക്ക് ഈ മനുഷ്യ ശരീരം തന്നിരിക്കുന്നത്. വിശുദ്ധ ചക്രത്തില് 16 ദേവികളുണ്ട്, അനാഹത ചക്രത്തില് 12 ദേവികള്. ഇത് അപ്പോ മുകളിൽ നിന്ന് ഇത് താഴേക്ക് വരാൻ കാരണം യോഗിനിമാരുടെ പ്രാധാന്യമാണ്. ആ ഒരു മുഖങ്ങൾ തുടങ്ങിയത് വെച്ചാണ് നമ്മൾ സഹസ്രാര പത്മത്തില് സർവോദോന്മുഖം, അല്ലെ? ത്വക്ക്, 2 രക്തം, 7 ലിറ്റർ മാംസം, 4 മേധസ്, 5 അസ്ഥി, 6 ശുക്ലം. അപ്പോ 72,000 കോടി നാഡീ ഞരമ്പുകൾ ചലിക്കുന്നത് ഒരു ശുക്ലത്തിന്റെ ശക്തി കാരണമാണ്. അപ്പൊ കുണ്ടലിനി ശക്തിയെ നമ്മൾ യോഗാഭ്യാസം വഴി മൂലാധാരത്തിൽ നിന്ന് സഹസ്രാര പത്മത്തിലെത്തി 10 നിമിഷം ആ ഒരു പെട്ടെന്ന് ആ ഒരു എന്താ പറയാ 10 നിമിഷമാണ് ആ ഒരു അനുഭവം, സുഖാനുഭവം ഉണ്ടാകുന്നത്. ആ ഉണ്ടാകുന്ന സുഖം, അതായത് ശരീരം, മനസ്സ് ഇവയെല്ലാം ആ ഒരു നാശമാകാതെ ഇരിക്കുകയാണ്. അപ്പോൾ യുഗങ്ങൾ പോകുന്നത് അറിയില്ല ആ ശക്തിയിൽ തന്നെ. അപ്പോ അനാഹതത്തില് 12 ദേവതകളെന്ന് കണ്ടു നമ്മള്. മണിപൂരകം 10 ദളങ്ങളാണ്, സ്വാധിഷ്ഠാനം 6 ദളങ്ങള്, മൂലാധാരം എന്ന് പറയുന്നത് ആ ഒരു 4 പത്മങ്ങള്. അവിടെയാണ് അവിടെ നിന്ന് ആജ്ഞാചക്രത്തിലേക്ക് പോകും 2 ദളം, അവിടെ നിന്ന് സഹസ്രാരം. അപ്പൊ ശിവശക്തി മൂലകം, ആ ഒരു എന്താ പറയാ പരാശക്തി, ശിവശക്തി മൂലകമാണ് നമ്മൾ പരാശക്തി, അല്ലെങ്കിൽ ഇൻവിസിബിൾ ആയിട്ടിരിക്കുന്ന ദേവിയെ നമുക്ക് അറിയാൻ സാധ്യമല്ല. അമ്മ എവിടെയാണ് ഇരിക്കുന്നത് നമുക്ക് പറയാം, അല്ലേ? ലൊക്കേറ്റ് ചെയ്ത് പറയാം, പക്ഷെ അനുഭവിക്കാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം അമ്മ ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ഈ സഹസ്രാരം, ആയിരക്കണക്കിന് യോഗിനിമാരുണ്ട് സഹസ്രാരത്തില്. 64 കോടി യോഗിനികളുടെ പേരും ഭാസ്കരരായർ അദ്ദേഹത്തിന് അറിയാം. ഭാസ്കരരായരുടെ ഇടത്തെ തോളില് ശക്തി വന്നിരുന്ന് ചെവിയിൽ പറഞ്ഞു കൊടുക്കും. അപ്പൊ ആ ഒരു ജ്ഞാനത്തിനായാലും അറിവിനായാലും വേണം മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കുന്നത്. ഇപ്പൊ ശങ്കര ഭഗവത്പാദർ അങ്ങനെയാണ് 72 തത്വങ്ങളും ജയിച്ച് സർവജ്ഞ പീഠം കയറിയത്, അല്ലേ? അപ്പൊ മഹത് വചനങ്ങൾ ഒന്നും തന്നെ നമുക്ക് അഴിക്കാൻ പറ്റില്ല. ഇത് ചില എന്താ പറയാ ചില മേഘങ്ങളിൽ നിന്ന് എല്ലാം റെക്കോർഡായിട്ടും, കാരണം ഇത് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതെല്ലാം തന്നെ മേഘങ്ങളിൽ റെക്കോർഡാകുമെന്ന് ശാസ്ത്രങ്ങൾ പറയണം. അത് മഴയായിട്ട് ഭൂമിയിൽ പതിച്ച് സസ്യങ്ങൾ ഫലങ്ങളിൽ കയറി അത് ഭക്ഷിച്ചവരില് ആ ഉള്ളിലെ DNA ഉണ്ടാക്കി അടുത്ത പ്രജയെ ഉണ്ടാക്കുന്നു. ഇത് ഭഗവത്ഗീതയിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ പറയുന്ന മന്ത്രങ്ങള്, കർമ്മങ്ങള് എല്ലാവിധ മേഘങ്ങളിലാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ആ ഒരു ഒന്നിനെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല. ഇപ്പൊ മനുഷ്യർ ഒരുപാട് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ അധ്യായം. കാരണം മറ്റു ജീവികളിൽ നിന്ന് ഉയർന്നതാണ് മനുഷ്യൻ. ആ ജീവനത്തിന്റെ പരമായിരിക്കുന്ന ലക്ഷ്യത്തെ അറിയാനാണ്, അത് സാധിച്ചെടുക്കാനും കഴിവുള്ളവൻ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ആ ഒരു എന്താ പറയാ 2 ബ്രഹ്മം തന്നെയാണ് ഈശ്വരൻ, അതായത് ശബ്ദമാണ് ബ്രഹ്മം. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമുക്ക് ഈ അധ്യായത്തിലൂടെ പശുന്യാദി വാഗ്ദേവതകൾ പറഞ്ഞു തരാണ്. എന്തിനാ? മനുഷ്യനെ ദേവനാക്കി മാറ്റാനല്ലേ? ആ ദേവൻ എങ്ങനെയാ? ആ ഒരു സത്വഗുണത്തിലൂടെ നമുക്ക് ദേവിയെ കിട്ടാൻ, ദേവിയെ അടയാൻ. ഇപ്പൊ ശബ്ദബ്രഹ്മം എന്നാല് പ്രണവ ഉപാസന. ഓം ഇത്തേകാക്ഷരം ബ്രഹ്മം. ഇപ്പൊ മനുഷ്യ ശരീരത്തിലെ പ്രാണൻ അഥവാ ജീവൻ എന്ന കുണ്ടലിനി ശക്തിയാണ്. ശരിക്കും പറഞ്ഞ ഈശ്വരൻ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നു. ഈ കുണ്ടലിനി ശക്തിയാണ്, അല്ലെ? അപ്പൊ നമ്മൾ പ്രാണൻ അഥവാ ജീവൻ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ മൂലാധാരത്തിലുള്ള ആ ഒരു കുണ്ടലിനി ശക്തിയെ തന്നെയാണ് അങ്ങനെ പറയുന്നത്. ഇത് ലളിതാ സഹസ്രം നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതിൽ യോഗിനി ഗണം, നമ്മൾ ജീവിക്കുന്നത് കുണ്ടലിനി ശക്തി ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അതിന്റെ പുറത്തുള്ള ഒരു ജാക്കറ്റാണ് ഈ ശരീരം എന്ന് പറയുന്നത്. ജാക്കറ്റ് എപ്പോഴും മാറ്റിവെക്കാം, ഇല്ലേ? തിരിച്ചിടാം. അതുപോലെ ഈ ജീവന് ശരീരമാകുന്ന ജാക്കറ്റ് എപ്പോ വേണമെങ്കിലും ഇടാം, പിന്നെ തോന്നുമ്പോൾ അതിനെ അണിയാതിരിക്കാം, ഇല്ലേ? അത് എപ്പോൾ എങ്ങനെ എന്നുള്ളതൊന്നും നമുക്കറിയില്ല, അത് ജീവന്റെ തീരുമാനമാണ്. ഒരിക്കലും ശരീരം പോയാൽ പിന്നെ വന്നു, ഇല്ലേ? വളരെ ബുദ്ധിമുട്ടാണ് ശരീരം ലഭിക്കാൻ. ഇപ്പൊ കോടിക്കണക്കിന് ജീവനുകള് സിഗ്നൽ കിട്ടാതെ ശരീരത്തിന് വേണ്ടി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഏതെങ്കിലും ഒരു ജന്മത്തിന് വേണ്ടി. ഇപ്പൊ ജീവൻ പവിത്രമായ ഒരു ജന്മത്തിന് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജീവന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? തുടിപ്പാണ്, സ്പന്ദനം.
കുണ്ടലിനി ശക്തിക്ക് വേറൊരു പേരാണ് സ്പന്ദം, അല്ലെ? അപ്പൊ കുണ്ടലിനിക്ക് മറ്റൊരു പേര് സ്പന്ദം എന്ന് വരാൻ കാരണം എന്താ? ജീവനാണ് നമ്മുടെ ശരീരത്തിൽ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ജീവൻ പോകുമ്പോൾ ശരീരം തുടിക്കും. ഈ ലോകത്തില് ഒരു വർഷം 20 ലക്ഷം ജീവനുകളാണ് എന്താ പറയുക ഉണ്ടായി ജന്മം കിട്ടാതെ പോകുന്നത്. കാരണം നാച്ചുറൽ അൺനാച്ചുറൽ അബോർഷനിലൂടെ പോകുന്നത്. കാരണം മഹാപാപം ചെയ്ത ആത്മാക്കൾ ആണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ആത്മാക്കൾക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയാറുണ്ട്. അപ്പൊ മനുഷ്യന്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവരുടെ വാസനകൾ. ഈ വാസന എന്ന് പറഞ്ഞാൽ അതിന് സ്മെല്ലെന്നല്ല അർത്ഥം, അങ്ങനെയുള്ള അർത്ഥമില്ല. ഒരു ജീവന് തന്റെ കഴിഞ്ഞുപോയ ജന്മങ്ങളിൽ ഉണ്ടായിരുന്ന നല്ലതും ചീത്തയുമായിരിക്കുന്ന കർമ്മങ്ങളുടെ ഇൻപ്രിൻസ്, ആ ഇൻപ്രിൻസിനെയാണ് വാസനകൾ എന്ന് പറയുന്നത്. അപ്പൊ കുണ്ടലിനിയുടെ ആരംഭവും വാസന തന്നെയാണ്. ഒരു ധ്യാനത്തിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ചന്ദനം, അകില്, ദേവപുഷ്പങ്ങൾ എന്നിവയുടെ നല്ല മണം, നല്ല വാസന കിട്ടും, അല്ലെ? ഒരു വ്യക്തിക്ക് 2 തരം വാസനകളുണ്ട്. ഒന്ന് സെക്ഷുവൽ അഥവാ ആ ഒരു സെൻസസിലൂടെ കിട്ടുന്ന മണം. 99% ജീവരാശികൾക്കും ഈ മണമാണ് കിട്ടുന്നത്. ആഗ്രഹ പൂർത്തീകരണമാണ് ഇതിന്റെ ലക്ഷ്യം, ഇല്ലേ? ഇപ്പൊ 84 ലക്ഷം ജീവരാശികൾ ഈ ലോകത്തുണ്ട്. ഒരു ജീവന് ദൈവികമായിരിക്കുന്ന മണം ലഭിക്കണമെങ്കിൽ അതിനായി നമ്മൾ ശ്രമിക്കണം. അപ്പൊ ദൈവത്തിന് കൊടുക്കുന്നതെല്ലാം തന്നെ സുഗന്ധമുള്ളതാണ് നമ്മൾ, അല്ലെ? അപ്പൊ മണം മനസ്സിനെ തുറന്ന് ആനന്ദം ഉണ്ടാക്കും. ഇപ്പൊ ഗന്ധ, പുഷ്പ, ധൂപ, ദീപ, നൈവേദ്യം എല്ലാം തന്നെ മണമുള്ളതാണ്. അപ്പൊ മനസ്സിന് മണം കിട്ടുമ്പോൾ ശരീരത്തിനും ആനന്ദം ഉണ്ടാകും. നല്ല വാസനകൾ ഉണ്ടാവാൻ വേണ്ടി ഒരു സാധകൻ മൂലാധാരത്തിൽ തുടങ്ങണം. അവിടെയാണ് സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവ് ഇരിക്കുന്നത്. ആ ഒരു എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ചക്രം, അല്ലെ? സൃഷ്ടി. അപ്പോ അവിടെ ആ ഒരു പഞ്ചമുഖ ബ്രഹ്മാവ് സ്ഥിതി ചെയ്യുകയാണ്. ഇപ്പൊ യോഗിനികൾ എന്ന് പറഞ്ഞാൽ പരാശക്തിയുടെ സർവൻസ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവര് ആണ്. ഈ യോഗിനികളെല്ലാം തന്നെ പരാശക്തിയായിരിക്കുന്ന അമ്മയെ സേവിച്ച് നിൽക്കുന്നവരാണ്, ഇല്ലേ? 64 കോടി യോഗിനി ഗണങ്ങളുണ്ട് അമ്മയ്ക്ക്. അപ്പൊ നമുക്കും അവര് പരിചാരകരാണ്. കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത. ഇപ്പൊ ഹൃദയപത്മത്തിലെ പരാശക്തിയായിരിക്കുന്ന ദേവി ജീവനായിട്ട് കാണുന്നവർക്ക് അങ്ങനെ, അല്ലെ? കോടി ലക്ഷ്മികളെ പരിചരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേവിക്ക്. ഇപ്പൊ യോഗിനി ന്യാസം എന്ന് പറഞ്ഞാല്, ന്യാസം എന്നാല് വെളിയിലെ ശക്തിയെ ഉള്ളിൽ സ്ഥാപിക്കുന്നു. ഇതുകൊണ്ട് ശരീരം ശുദ്ധമാകുന്നു. ഇത് എന്താ പ്രയോജനം എന്ന് ചോദിച്ചാൽ ശരീരത്തെ ശുദ്ധമാകാൻ, ഒരു കൺവിക്ഷൻ ഉണ്ടാകാൻ, ഒരു ഉറപ്പുണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ഓരോ ശക്തിയെയും ശരീരത്തിൽ കണ്ട് ആ ശക്തിയെ ഉണർന്ന് ന്യാസം ചെയ്യണം. ഇപ്പൊ പഞ്ചബ്രഹ്മ ന്യാസമുണ്ട്. അംഗന്യാസം, കരന്യാസം, ലഘുന്യാസം, മഹാന്യാസം. ഇപ്പൊ നമ്മൾ ദേവീ ശക്തിയെ നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരുന്നതാണിത്. ഇപ്പൊ ശരീരശുദ്ധി, മനസ്സ് സന്തോഷിക്കണു, ആത്മസുഖത്തിന് വേണ്ടിയിട്ടാണ് ഇത്. ശരീരതുഷ്ടി, പുഷ്ടി എല്ലാം തന്നെ ഇത് കൊടുക്കും. ശരീരസുഖം, മനസ്സുഖം, ആത്മസുഖം, ഇതാണ് മനുഷ്യ ജന്മ ലക്ഷ്യം, അല്ലെ? ഇപ്പൊ മനസ്സുഖം ഉണ്ടെങ്കിലേ ആത്മസുഖം കിട്ടുന്നുള്ളൂ. ഇപ്പൊ ബ്രഹ്മത്തെ നമ്മള് ആ ഒരു ശരിക്കും പറഞ്ഞാൽ ത്രിഗുണാത്മികയായിട്ട് ആയിട്ടേ കാണാൻ സാധിക്കുന്നുള്ളൂ. യോഗിനി എന്ന് പറഞ്ഞാൽ എന്താ? യോഗം കിട്ടിയ അവസ്ഥ. അപ്പൊ പുണ്യ കർമ്മങ്ങൾ ധാരാളം ചെയ്താലേ ഒരു പുണ്യ യോഗിനി സ്ഥാനത്തേക്ക് എത്തുകയുള്ളൂ. ഇപ്പൊ എല്ലാ ഈശ്വരന്മാരും ദേവന്മാരും ഈ സ്ഥാനത്ത് എത്തിയത് അനേക കോടി ജന്മങ്ങളിലെ സത്സംഗങ്ങൾ കൊണ്ടാണ്. ആ മൂർത്തമായ ചൈതന്യത്തെ മൂർത്തി രൂപമാക്കി ലോകത്തിന് സംഭാവന ചെയ്തവരാണ് ഋഷിമുനിമാരെന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഭൂമിയെ രക്ഷിക്കുന്നത്. ഇപ്പൊ മഹാന്മാരുടെ തപോബലമാണ് ഭൂമിക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ യോഗിനികളെ ശരീരത്തിൽ കണ്ട് പൂജിക്കുമ്പോൾ അനുഗ്രഹം ജ്ഞാനരൂപേണ ലഭിക്കും. അപ്പൊ എല്ലാ തത്വങ്ങളും ഉള്ളിലുണ്ടെങ്കിലും അതിനെ ഉണർത്തുമ്പോഴാണ് നമുക്ക് ഫലം കിട്ടുന്നത്, അല്ലെ? ഒരു ബാഹ്യ യന്ത്രവും കടയിൽ നിന്ന് വെറുതെ വാങ്ങിവെച്ച പ്രയോജനമില്ല. അതിനെ എന്ത് ചെയ്യണം? ആക്ടിവേറ്റ് ചെയ്യണം, അല്ലെ? പ്രാണപ്രതിഷ്ഠ ചെയ്ത പഞ്ച ഉപചാരങ്ങൾ കൊടുത്താലേ അത് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ. ഇപ്പൊ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് സപ്തധാതുക്കൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പൊ സപ്തധാതുവിന്റെ ഉറവിടം അന്നമാണ്. അന്നമയ കോശം, അന്നാത് ജീവൻ, അല്ലെ? ആഹാരം. അത് രണ്ടായിട്ട് പിരിയും. അപ്പൊ ആ ഒരു ആ ശരീരം, അതായത് ആഹാരം എന്ന് പറയുന്നത് ശനീശ്വരനാണ്. ഇപ്പൊ എല്ലാ ആഹാരവും ശനീശ്വരൻ തന്നെയാണ്. ശനീശ്വരൻ ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കർമ്മം. ശനീശ്വരനാണ് കർമ്മം ചെയ്യിപ്പിക്കുന്നത്, കർമ്മഫലം തരുന്നത്. കാരണം അത് എവിടെ, ആര്, എങ്ങനെ കൃഷി ചെയ്തത്, എങ്ങനെയാണ് അയച്ചത്, പാചകം ചെയ്തത്, വിളമ്പിയത്, എല്ലാ കർമ്മങ്ങളും ഒരുമിച്ച് ചേർത്താണ് പ്ലേറ്റിൽ വരുന്ന ആഹാരം, ഇല്ലേ? അതുകൊണ്ടാണ് പലരുടെയും കർമ്മമാണ് ശനീശ്വരൻ്റെതാണ് നാം ഭക്ഷിക്കുന്നതെന്ന് പറയാറുള്ളത്. ഇതെല്ലാം തന്നെ നമ്മൾ കഴിക്കുന്ന ആളിനെ ബാധിക്കും.
DNA എല്ലാവരും അവരവരുടെ കർമ്മത്തിന്റെ ആ ഒരു ഭാഗം, ആ ഒരു ഫൈനൽ പ്രോഡക്റ്റ് വന്നു ചേരും. അപ്പൊ നമ്മൾ സദാ ഒരു എന്താ പറയാ ഇറാനി ഫുഡ് കഴിക്കുന്നെന്ന് വെക്കുക, ആ ഭക്ഷണത്തിന്റെ അംശങ്ങൾ നമ്മുടെ DNA മാറ്റം വരുത്തും. ഇപ്പൊ ഹോട്ടൽ ഭക്ഷണം അതുകൊണ്ടാണ് അത് ഉണ്ടാക്കുന്ന ആളിന്റെ മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നൊക്കെ പറയാറുള്ളത്. ഇപ്പൊ നമുക്കതൊന്നും പറയാൻ സാധ്യമല്ല അല്ലെ? എല്ലാവരും ഹോട്ടൽ ഭക്ഷണത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പൊ ഒരു ഹോട്ടൽ ജീവനക്കാരന്റെ 6 മാസമായിട്ട് ശമ്പളം കിട്ടാത്ത ദുഃഖത്തോടെയാണ് ആഹാരം പാചകം ചെയ്യുന്നതെന്ന് വെക്കുക. ഇല്ലെങ്കിൽ വീട്ടു ജോലിക്കാരി വീട്ടിലെ ദുഃഖമോർത്ത് കരഞ്ഞുകൊണ്ട് ചെയ്താല്, ഇപ്പൊ ദേവി മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ചെയ്താലും ഉള്ള വ്യത്യാസം വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് പണ്ടത്തെ കാലത്ത് നമ്മുടെ അമ്മമാര് അല്ലെ കുളിച്ച് ശുദ്ധമായി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് പൂജാമുറി തൊഴുതതിന് ശേഷമാണ് അടുക്കള എന്ന് പറയുന്ന അന്നക്ഷേത്രത്തിലേക്ക് അവർ പ്രവേശിക്കുന്നത്. അവിടെ ദേവിയുടെ ഒരു പടം ഉണ്ടാകും. അടുപ്പിൽ ഇതം ന മമ എന്ന് പറഞ്ഞ് അഗ്നിക്ക് അർപ്പിച്ചതിന് ശേഷമാണ് വെള്ളം വെക്കുന്നത് അന്നം വേവിക്കാനായിട്ട്. അങ്ങനെ വളരെ വളരെ ആചാര അനുഷ്ഠാനങ്ങളോട് കൂടിയാണ് നമ്മുടെ ഭാരതദേശത്ത് ഭക്ഷണം പാചകം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഭക്ഷണവും മന്ത്രജപത്തോടെ കഴിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മണ്ണും കല്ലും എന്ന ആ ഒരു എന്താ ഈ ഒരു നല്ലതും ചീത്തയും മാറ്റിയിട്ട് എന്നർത്ഥം. അപ്പൊ അന്നം വിളഞ്ഞ ഭൂമി, ആ ഒരു ഭൂമി കൊലപാതകം, വിഷം ഇതൊക്കെ നടക്കുന്ന ഭൂമിയിൽ വിളഞ്ഞതാണെങ്കിൽ ആ കർമ്മത്തിൽ കുറച്ച് ഭക്ഷിക്കുന്നവനും കിട്ടും. അങ്ങനെ അന്നം രണ്ടായിട്ട് പിരിയും. അപ്പൊ മേജർ പോർഷൻ ആയിട്ട് വരുന്ന എന്താണ്? ത്വക്കാണ് അല്ലെ? പായസാന്നപ്രിയ ത്വക്സ്ത പശുലോക ഭയങ്കരി. പായസം കഴിക്കുമ്പോൾ അത് എന്താ പറയാ രണ്ടാകും അല്ലെ? പിഴിഞ്ഞെടുക്കുന്ന രസത്തെ, ആ ഒരു രസം ഏത് കഴിച്ചാലും അത് രസമായിട്ട് മാറും. പിന്നീട് പിങ്കള എന്ന് പറയുന്ന സട്ടിൽ നാഡിയിലൂടെ ചൂട് കടത്തിവിട്ടത് ആ ഒരു റബ്ബർ ഷീറ്റ് പോലെ ത്വക്കാക്കി മാറ്റും. ഇപ്പൊ 3 ലെയർ ഉണ്ട് സ്കിന്നിനെന്ന് നമ്മൾ കണ്ടു. 60% ത്വക്കായിട്ട് മാറും, 40% ബ്ലഡ് ആയിട്ട് മാറും അല്ലെ? മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം 7 ധാതുക്കൾ സ്ഥൂല ശരീരത്തിനുണ്ട്. ഇപ്പൊ 17 ധാതുക്കൾ സൂക്ഷ്മ ശരീരത്തിനുണ്ട്. സപ്തധാതുക്കൾ പ്ലസ് 3 അല്ലെ? 10 ധാതുക്കൾ. ഇപ്പൊ ശക്തി ധാതുക്കൾ 5 പ്രാണൻ, ജീവൻ, മജ്ജ, ശുക്ലം. അപ്പൊ ശിവധാതുക്കൾ അതിലെ പരാശക്തിയെ ആഡ് ചെയ്ത 10 മൂലകങ്ങൾ. അപ്പൊ 10 പേർക്ക് ജനിച്ചാലും മരിച്ചാലും കടക്കാൻ. ഇപ്പൊ പാർവതി എന്ന ദേവി അടിക്കടി അവതാരങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കുന്ന ദേവിയാണ് അല്ലെ? അപ്പൊ ശിവനെ അടയാൻ, ശിവനെ ലഭിക്കാനാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ശിവത്വത്തെ അടയണമെങ്കിൽ ശക്തി തത്വങ്ങൾ ശുദ്ധമാകണം. ഈ ശരീരത്തിൽ 7 യോഗിനി സ്വരൂപത്തിൽ ഇരുന്ന ദേവി ഈ ശരീരത്തിന് തുഷ്ടിയും പുഷ്ടിയും കൊടുക്കുകയാണ്. അപ്പൊ മരണത്തിന് ശേഷമാണ് ആ ഒരു യാതനാ ശരീരം കിട്ടുന്നത്. ആ ഒരു സന്ധ്യാവന്ദനം പോലും ചെയ്തിട്ടില്ലാത്ത ജീവനെ എങ്ങോട്ട് പോകണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പൊ ആ ഒരു സാധന ചെയ്യുന്ന വ്യക്തിക്ക് 4 ദിക്കുകള് വഴി കാണിച്ചു കൊടുക്കും അല്ലെ? ഗായത്രി മന്ത്രജപത്തില് സാവിത്രിയെ നമ, ഗായത്രിയെ നമ, സന്ധ്യയെ നമ, സരസ്വതിയെ നമ അല്ലെ? ആഹാരം ശുദ്ധി ഇല്ലാത്തവർക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശരീരം യാതനാ ശരീരമായിട്ട് തീരും അല്ലെ? പല രോഗഗ്രസ്തമായിട്ട് അല്ലെ? ആ ശരീരം കൊണ്ട് ഒരുപാട് പേര് സഫർ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? ബെഡ് റിഡൺ ആയിട്ട് കിടക്കുന്നവര്. എപ്പോഴാണോ പ്രാരാബ്ധം തീരുന്നത് അപ്പോഴും മാത്രമേ ജീവൻ ശരീരത്തെ ഉപേക്ഷിക്കുന്നുള്ളൂ. അപ്പൊ ഇത് മുഴുവനും അനുഭവിച്ച് തീരണം. അടുത്തത് ആ ഒരു ബാക്കി ദിഗ്ദേവതകളെയും കാണിച്ചു കൊടുക്കും. അപ്പൊ സാധന ചെയ്യുന്ന ഒരാൾക്കും ശരീരം വിട്ടാല് ഭയമില്ല. കാരണം എന്താ? ജീവൻ ആദ്യം യമലോകത്ത് പോകും, തനിയെ പോകണം. സ്മരണ മാത്രേ അല്ല. ഇപ്പൊ ദേവി ഉപാസകർക്ക് ദേവി ദൂതന്മാര് വന്ന് കൊണ്ടുപോകും. വിശുദ്ധി ചക്രം എന്ന് പറയുന്നത് ജീവൻ സദാശിവൻ തന്നെയാണ്. ഭാര്യ ഭർത്താവിനെ ഉയർന്ന സ്ഥാനത്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? അപ്പൊ അതുപോലെ ശക്തി ശിവന് ഉയർന്ന സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. ശിവൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ കൊടുത്താലും ശക്തി തപസ് കൊണ്ട് അതിനൊക്കെ മറികടന്ന് ശിവനിലെത്തും. അപ്പോൾ വെറും ഇലകൾ മാത്രം ഭക്ഷിച്ച് അപർണയായിട്ട് തീർന്നിട്ടുണ്ട് ദേവി. ദേവി കഠിന തപസ് ചെയ്യണം എന്ന ആ ഒരു ആഗ്രഹമാണ് ശിവന്. അപ്പൊ അപർണ എന്ന് പറഞ്ഞാൽ എന്താ? ഉണങ്ങിയ ഇല. പർണ എന്ന് പറഞ്ഞാൽ പച്ചയില. ഇപ്പൊ ജലാംശമില്ലാത്ത ഇല കഴിച്ച് പാർവതി എന്താ പറയാ അതികഠിനമായി തപസ് ചെയ്ത് നേടിയെടുത്തതാണ് ശിവന്. അപ്പോ നമ്മൾ ഓരോരുത്തരും പാർവതി ഭാഗമാണല്ലേ? നമ്മൾ പാർവതിമാരാണ്. ജന്മത്തിലും ഈ ഓരോ ജന്മത്തിലും നമ്മൾ കഠിനമായിരിക്കുന്ന തപസ്സിലൂടെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച്, അപ്പൊ ഒരേ ശ്രദ്ധ ശിവനിൽ മാത്രമായിരിക്കണം. ശിവനെ കിട്ടണം, ശിവനിൽ ചേരണം. അപ്പൊ നമ്മൾ പാർവതിമാരാണെങ്കിൽ നമ്മളെല്ലാം ജീവനുകളാണ് ഇല്ലേ?
ആദ്യമായിട്ട് ശരീരത്തിൽ ശുദ്ധി, നല്ല ഭക്ഷണം, നല്ല രക്തം, നല്ല മേധസ്, നല്ല അസ്ഥി, നല്ല മജ്ജ, രേതസ്, പ്രാണൻ, ജീവൻ, ഇതൊക്കെ തനിയെ വരും. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ ആദ്യം നല്ല ശരീരത്തെ ഉണ്ടാക്കണം. അപ്പൊ ശരീരത്തിലൂടെ മാത്രമേ പരാശക്തിയെ ശരീരത്തിൽ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ വിശുദ്ധി ചക്രം എന്ന് പറഞ്ഞാൽ വിശേഷണ ശുദ്ധമാണ്. അശുദ്ധമായതെല്ലാം ശുദ്ധമാക്കണം. ഇപ്പൊ തപസ്, സദ്ഗുരു, നിധിധ്യാസനം എല്ലാറ്റിലൂടെയും നമ്മൾ മൂലാധാരം മുതൽ കയറിയാല് വിശേഷണ ശുദ്ധമായ വിശുദ്ധിയിൽ എത്തുന്നത് ശുദ്ധമായിട്ടായിരിക്കും. അപ്പൊ ജീവന്റെ ആ ഒരു സ്റ്റേഷൻ പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ, എവിടെയാണ് സ്ഥിരമായിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ മൂലാധാരം. ഇപ്പൊ ജനനേന്ദ്രിയത്തിനും ഗുദത്തിനും ഇടയിലുള്ള ഒരു ചതുർദള പത്മം അല്ലെ, ആ ചക്രം, ഇവിടെ 3.5 ചുറ്റു കുണ്ടലിനി ശക്തി ഇരിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പൊ സത്വ, രജസ്, തമസ് 3 ഗുണങ്ങളെ കെട്ടിയിരിക്കുന്നത് അര ഈ ശക്തിയാണ്. ഇപ്പൊ പ്രാണനെ അവിടെ ശുദ്ധി ചെയ്യുകയാണ്. ഇപ്പൊ മലത്തെ ശുദ്ധി ചെയ്യുന്നത്, അതായത് ആ ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു ട്രീറ്റ്മെന്റ് പ്ലാനില്, അതുപോലെ ശരീരത്തിൽ തന്നെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ട്. അതാണ് ഈ ശുദ്ധീകരണം. അവിടെ മന്ത്രം നല്ല ഉപാസനകൾ കൊണ്ട് ശുദ്ധിയായി 6 ചക്രം കടന്ന് സഹസ്രാരത്തിൽ പോയി വീണ്ടും അത് താഴെ വരണം. 21,600 പ്രാവശ്യം ഒരു ദിവസം ഇല്ലേ, പ്രാണന്റെ ഗതി വിഗതികള് നടന്നുകൊണ്ടേയിരിക്കും. ഹംസ സോഹം ഇല്ലേ. ഇപ്പൊ മൂക്കിൽ നിന്ന് മൂലാധാരത്തിലേക്ക് 16 വിരൽ ഡിസ്റ്റൻസ് ഉണ്ട്, ദൂരമുണ്ട്. സഹസ്രാരത്തിലേക്ക് അതുപോലെ ഇപ്പൊ 16 അടിയന്തര കർമ്മങ്ങള്. ഇപ്പൊ പൂർണ്ണ ശുദ്ധി. ഇപ്പൊ ജീവൻ എപ്പോഴും മുകളിലേക്കുള്ള പ്രയാണത്തിനുള്ള വഴികൾ എടുത്തുകൊണ്ടേയിരിക്കും. ആരും ഹിന്ദു മതത്തിൽ പാപികളല്ല, വിശുദ്ധരാകാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ദേവി വിശുദ്ധി ചക്ര നിലയ, ആരക്തവർണ്ണ, വിശുദ്ധി ചക്രത്തില് നിലയം ചെയ്യുന്നവൾ ആരക്തവർണ്ണം, അതായത് പാടലി പുഷ്പ സമാനം, ചുവപ്പിനോട് ആ ഒരു വെളുത്ത നിറം കലർന്നത്. ത്രിലോചന, 3 ഗുണങ്ങളാകുന്ന 3 കണ്ണുകള്, ഗുണങ്ങളില് പൂർണ്ണ ജ്ഞാനം കിട്ടിയവൾ. ഇപ്പൊ ജീവൻ വിശുദ്ധിയില് പൂർണ്ണ ജ്ഞാനം കിട്ടിയിട്ടുണ്ട്. അപ്പോ ജീവൻ പൂർണ്ണ ജ്ഞാനം നേടിയ അവസ്ഥയാണിത്. പ്യൂരിറ്റി, അതാണ് വൈറ്റ്, വെളുത്ത നിറം. റെഡ് കളർ എന്ന് പറയുന്നത് ആ രജസ്, കാരുണ്യം ഇല്ലേ. വെള്ള നിറം പ്യൂരിറ്റിയെ കാണിക്കുകയാണ്. കാരുണ്യവും ശുദ്ധതയും പ്യൂരിറ്റിയും ഉള്ളത് ഭഗവാനാണ് അല്ലേ. അപ്പൊ ആ വിശുദ്ധി ചക്രം എന്ന് പറയുന്ന ബീജാക്ഷര മന്ത്രമാണ് ഈ ചക്രത്തിനെ താങ്ങുന്നത്. ഈ ബീജ മന്ത്രം ജപിച്ചാൽ അത് ആക്ടിവേറ്റ് ആവും, ചീത്ത വാസനകൾക്ക് മാറ്റം ഉണ്ടാകും. കാരണം നാമത്തിൽ നിന്ന് രൂപം ഉണ്ടാവുകയാണ്. അപ്പൊ സൗണ്ട് എന്ന് പറയുന്ന ഓം അല്ലെങ്കിൽ പ്രണവം, അതിൽ നിന്ന് എല്ലാം വരികയാണ്. മന്ത്രങ്ങള്, ശ്രവണം, തീർത്ഥം എല്ലാം കൊണ്ട് ചക്രങ്ങളെ നമ്മൾ ആ ഒരു എന്താ പറയാ വാസനപ്പെടുത്താം, ശുദ്ധമാക്കാം. ഓരോ ചക്രത്തിനും ഓരോ ദേവിയാണ് ഇൻചാർജ് ആയിട്ടിരിക്കുന്നത്. ദേവിക്ക് ഒരു മുഖം ഇല്ലേ. ആ ഓരോ പഞ്ചഭൂതങ്ങള് എല്ലാം പഞ്ചഭൂതങ്ങളാണ്. ഓരോന്നിലും ഉള്ളത് ഓരോ നിവേദ്യമുണ്ട്. അപ്പൊ ഈ നൈവേദ്യം കഴിച്ചാൽ ആ ചക്രം ആക്ടിവേറ്റ് ആകും, സന്തോഷമാകും, തുഷ്ടിപുഷ്ടിയുള്ള പുഷ്ടികളെ കൊടുക്കും. അപ്പൊ ദളങ്ങള് എല്ലാം തന്നെ ആരോസ് പോലെ ഇരിക്കുകയാണ്. എല്ലാ സൈഡിലോട്ടും 16 ദിക്കുകൾക്ക് അല്ലെ, ഏത് ദിക്കിലോട്ടാണോ അത് അയക്കും, ആ ശക്തി അതിൽ പ്രതിഫലിക്കും. ഇപ്പൊ 16 കലകള്, ഷോഡശ കലകള്. ഇപ്പൊ ശിവലിംഗത്തിൽ 16 കലകളുണ്ട്. കലകളെ നമ്മൾ ഓറയാണെന്ന് കണ്ടു. അപ്പൊ ശിവലിംഗത്തിൽ 16 ഉള്ളത്. അപ്പൊ നമ്മുടെ മാക്സിമം ഓറ 2 അല്ലെങ്കിൽ 3 അത്രേ ഉണ്ടാവുള്ളൂ. ഒരു പുണ്യാത്മാവിന് ശരിക്കും പറഞ്ഞാല് ആ ഒരു 3 മുതൽ 10 അടി വരെ ഓറ ഉണ്ടാകുമെന്ന് പറയുന്നു. പരമേശ്വരന് മാത്രം 16 പൂർണ്ണ കലകള്. അപ്പൊ ദേവി ശിവന്റെ കലകളെ പിടിച്ചു വാങ്ങി മനുഷ്യജാതിക്ക് കൊടുത്തു. ഇപ്പൊ 32 പല്ലുകള്, ഓരോ പല്ലിലും ഓരോ മന്ത്രം. താഴത്തെ വരി 16 പല്ലുകൾക്ക് ഉപരി മുകളില് 16 പല്ലുകള് അല്ലെ. വാ തുറക്കുമ്പോൾ തന്നെ ശക്തിയാണ്. ഇപ്പൊ ഷോഡശാക്ഷരി മന്ത്രം എന്ന് പറഞ്ഞാൽ 16 അക്ഷരം. പല്ല എന്ന് പറഞ്ഞാൽ മുല്ലമൊട്ട് പോലെ, ദേവിയുടെ പല്ല് അങ്ങനെയാ പറയുന്നത് അല്ലെ. ഇവിടെയാണ് സദാശിവൻ, ഇവിടെ നിന്ന് ആണ് ശിവതത്വം ആരംഭിക്കുന്നത്. അപ്പൊ കാളരാത്രി, മഹാരാത്രി ഇല്ലേ തുടങ്ങിയവര്. അപ്പൊ അവിടുത്തെ ആ ഒരു കളറുണ്ട് ദളങ്ങൾക്ക്. പഞ്ചഭൂതങ്ങൾ ഓരോ ചക്രത്തിലും കൈയടക്കി ഇരിക്കുകയാണ്. ഇപ്പൊ വിശുദ്ധി എന്ന് പറയുന്നത് ഹം. അപ്പൊ ഡാഗിനി, ഒരു മുഖം, ത്വക്ക്, ആകാശം, 16 ദളങ്ങള്, രക്തവർണം, സദാശിവനും ഗൗരിയും ചേർന്നിരിക്കുകയാണ് ഇവിടെ. അപ്പൊ ജീവൻ അതുവരെ ദ്വൈതത്തിലായിരുന്നു.
അപ്പൊ വിശുദ്ധി ചക്രം വന്നപ്പോ അഹം ബ്രഹ്മാസ്മി എന്ന ഉണർവുണ്ടായി. അപ്പൊ പഞ്ചബ്രഹ്മ ആസനത്തിൽ നിന്ന് മറ്റെല്ലാ ദേവതകളും വിട്ടിരിക്കും. അപ്പൊ പരാശക്തിയും സദാശിവനും മാത്രം ചേർന്നിരിക്കുകയാണ് ഇവിടെ. അപ്പൊ ശിവന്റെ നാഭി കമലത്തിൽ നിന്ന് പരാശക്തി ഉയർന്നു നിൽക്കുന്നത് കാണാൻ സാധിക്കും അല്ലെ. അനാഹത ചക്രം എന്ന് പറഞ്ഞാല് ഹൃദയപത്മം. അപ്പൊ അടുത്തത് യം ബീജമാണ്. രാഗിണി 2 മുഖം, രക്തം വായുതത്വം, സ്നിഗ്ധ അന്നം, നെയ്ച്ചോറ് 12 ദളം, 12 ആരോസ്, സൂര്യന് 12 രാശികൾ അല്ലെ. അപ്പൊ ദ്വാദശ ആദിത്യന്മാരെ, കറുപ്പ് വർണ്ണം, ഹൃദയം, ആ കറുപ്പ് ക്ലീൻ ചെയ്യണം. ഈശ്വരൻ ഈശ്വരി അവിടുത്തെ ദേവതകള്. അടുത്തത് മണിപൂരക ചക്രമാണ്. രം എന്ന ബീജം, ലാഗിനി 10 ദളങ്ങള്, 3 മുഖം, മാംസം ആണ് അതിന്റെ എന്താ പറയാ, ഇത് 3 മുഖം, മാംസമാണ് അതിന്റെ ധാതു. രുദ്രൻ ദുർഗ, അപ്പൊ ഗുഡാന്നമാണ്, ചക്കര പൊങ്കലാണ് അത് ഇഷ്ടമുള്ളത്. സ്വാധിഷ്ഠാന ചക്രം വം, കാഗിനി, ചതുർമുഖമാണ്, കൊഴുപ്പ്, മേധസ്, മധു, ദദ്യന്നം എന്ന് പറഞ്ഞാൽ തൈർച്ചോറ്, ജലം, മധു എന്നാല് പാപത്തെ ഇല്ലാതാക്കുന്നത്, മധുവർക്കം. അപ്പൊ സമർപ്പയാമി. അപ്പൊ അത് എന്താ പറയാ, 6 ദളങ്ങളുണ്ട്. മഞ്ഞവർണം, വിഷ്ണു ലക്ഷ്മി. സ്വാധിഷ്ഠാനത്തില് അന്നങ്ങൾക്ക് ജനനേന്ദ്രിയം, ആ ഒരു ജനനേന്ദ്രിയം ഇല്ലേ, അതിന്റെ പുറകില് ആ ഒരു ശുക്ലത്തില് മഞ്ഞ നിറമുള്ള ഒരു ധാതുവുണ്ട്. അതുകൊണ്ടാണ് സത്സന്തതി ഉണ്ടാകുന്നതെന്ന് പറയാറുണ്ട്. അപ്പോ സ്ത്രീകൾക്ക് സ്തന്യത്തിൽ മഞ്ഞവർണ്ണമുണ്ട്. ഇത് രണ്ടുമാണ് ജീവനെ രക്ഷിക്കുന്നത്. പാൽപ്പൊടി ആക്കിയാൽ മഞ്ഞ നിറം, മഞ്ഞവർണ്ണം ഇല്ലേ, പാല് പൊടിയാക്കിയാൽ ഒരു മഞ്ഞ കളറുണ്ട്. അപ്പൊ ക്യാൻസർ സെൽ ഇല്ലാതാക്കുന്നു പറയണു അത്. അടുത്തത് മൂലാധാരാണ്. സാഗിനി, ലംബീജം അല്ലെ, 4 ദളം, അസ്ഥി, ഭൂമി തത്വമാണത്. ആ ഒരു മുഗ്ധൗദന പ്രിയ, ചെറുപയർ. ഇപ്പൊ മൂലാധാര പ്രശ്നങ്ങൾക്ക് ശരിക്കും പറഞ്ഞ പയർ നിവേദ്യം വളരെ വിശേഷമാണ്. മൂലാധാരം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് അല്ലെങ്കിൽ അത് ഭൂമി തത്വം തകരാറിലാവുമെന്ന് പറയാറുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ആ ഒരു വെയിൽ ബോഡി സ്ട്രക്ചർ ഹോൾ ബോഡി സ്ട്രക്ചറും തകരാറാവും. അപ്പൊ ആ ഫൗണ്ടേഷൻ നന്നായിരിക്കണം അല്ലെ, അടിസ്ഥാനം. ഇപ്പൊ ഭൂമി തത്വം ഫിക്സ് ചെയ്ത് കിട്ടിയാല് കുട്ടികൾ വളരെ ശാന്തരാകും. ഇപ്പൊ രക്തവർണം ബ്രഹ്മാവും സരസ്വതിയും അല്ലെ, മൂലാധാരത്തിന്റെ അതിദേവതകള്. ഗണപതി എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആണ്. ഏത് വസ്തു കൊണ്ടും നമുക്ക് ഉണ്ടാക്കാം. ഭൂമിയിലുള്ള ഏത് വസ്തു കൊണ്ടും നമുക്ക് ഗണപതി വിഗ്രഹം ഉണ്ടാക്കാം. നല്ല ഉയർന്ന മനസ്സുകൾക്ക് ആ ഒരു ആധ്യാത്മിക വിഷയങ്ങൾ മനസ്സിലാകുള്ളൂ, ഇല്ലെങ്കിൽ ഉറങ്ങിപ്പോകും. അപ്പൊ ആജ്ഞാചക്രം എന്ന് പറയുന്നത് അവിടെ നിന്ന് നമ്മൾ നേരെ ആജ്ഞാചക്രത്തിൽ എത്തുകയാണ്. പരാശക്തി തന്റെ കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണ്. സം തത്വം, ഹാഗിനി 6 മുഖം, മജ്ജ അവിടെ മനസ്സാണ് തത്വം. പഞ്ചഭൂതങ്ങളെ ജയിച്ചവൻ മനസ്സ് ആജ്ഞയിലെത്തും. അപ്പൊ മനസ്സാണ് എല്ലാ ചക്രങ്ങളെയും കവർ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ പാദാങ്കുലീയം, ഇപ്പൊ ശിരസ് വളരെ ശിരസ് വരെ പ്രാണൻ തുടിച്ച് കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. അപ്പൊ മജ്ജ, മനസ്സ്, മഞ്ഞൾ ചോറ്, ഹരിദ്രാനൈകരസിക 2 ദളമാണ്. ആജ്ഞാചക്രത്തിലെ ദ്വിദളം, വെള്ള നിറം, ശിവശക്തി ഐക്യം. പിന്നെ വരുന്നതാണ് സഹസ്രദളം, അവിടെ ഓമാണ് അല്ലെ. യാകിനി ദേവി, സർവതോന്മുഖിയെ നമ, എല്ലായിടത്തും മുഖമുള്ളവളാണ്. സഹസ്രാക്ഷി അല്ലെ. യഥാർത്ഥത്തില് പ്രപഞ്ചത്തിലെ 4 ദിക്കുകളാണ്. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ലെ, സൗത്ത്. അപ്പൊ ചതുർദളം മൂലാധാരത്തില് 4 ദളം, 9 മാസം ഗർഭത്തില്. പിന്നെ പുറത്തു വരണു ശുക്ലം എന്ന ധാതു. യാഗിനി അഹങ്കാരം എന്ന് പറയുന്ന ഭൂതമാണ്. അയം ഞാൻ എന്നുള്ള തത്വം. ഇപ്പൊ പഞ്ചഭൂതങ്ങൾ ഫ്ലോട്ടിംഗ് ആണ്, മനസ്സും ഫ്ലോട്ടിംഗ് ആണ്. നമ്മുടെ ആക്ടിവിറ്റി 13 പേര് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചത്തില്. സർവം അന്നപ്രിയ. അപ്പൊ ആ ഒരു ഏകത്വ ഭാവത്തിലിരിക്കുന്ന തത്വമാണ്. ഇപ്പൊ അനാദി, ജനന മരണം ഇല്ല. അപ്പൊ ഞാൻ എന്നുള്ള അഹങ്കാരം മാത്രമാണ്, അഹം എന്ന ബ്രഹ്മം മാത്രം. ബാക്കിയുള്ളതെല്ലാം എന്താണ്, വെറും ഇല്യൂഷൻ അല്ലെങ്കിൽ ഭ്രമം. അപ്പൊ 51 ദേവതകള്, ആ ഒരു മാതൃകാക്ഷരം, വ്യഞ്ജനാക്ഷരങ്ങള് ഇല്ലേ, പഞ്ചാശത്പീഠ രൂപിണി. അപ്പോ ആ ഒരു 51 പീഠകള് ശരിക്കും പറഞ്ഞ രാജരാജേശ്വരി, മാം പാഹി രാജരാജേശ്വരി. ഇപ്പൊ പഞ്ചാശത്പീഠ രൂപിണിയായിട്ടിരിക്കുന്ന ദേവി 51 പീഠങ്ങളിൽ വസിക്കണു. ദേവതകള് ഇവിടെ 51 അക്ഷരങ്ങൾ ഓരോ ദേവതകളായിട്ട് കാണണം. ഓരോ ചക്രങ്ങളിലുമുള്ള ദളങ്ങളില് ഓരോന്നിനും ഓരോ ദേവതകൾ ഇരിക്കണം. അപ്പൊ ഓരോ അക്ഷരവും ഓരോ ദേവതയാണ്. നമ്മൾ പൂജയെടുപ്പിന് ഓം ഹരി ശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു എന്നാണ് അരിയിൽ എഴുതാറുണ്ട് ഇല്ലേ. ഇപ്പൊ ടോട്ടൽ നമ്പർ കടപയാതി പാണിനി യോഗ വിദ്യ അനുസരിച്ച് ഓരോ അക്ഷരങ്ങൾക്കും ഓരോ നമ്പറുണ്ട്. ഈ ഹരിശ്രീ ഗണപതയെ നമ എന്ന് എഴുതുന്നത് ശരിക്കും പറഞ്ഞ 51 അക്ഷരങ്ങളെ എഴുതി എന്നാണ് അർത്ഥം. ആ 51 അക്ഷര ദേവതകളുടെയും അനുഗ്രഹം വാങ്ങുന്ന വിദ്യയാണ് നമ്മൾ ആ ഒരു അമൃതമശ്നുതേ
മൂലാധാരത്തിലെ വം, ശം, ഷം, സം എല്ലാത്തിന്റെയും മകാരം ചേർന്നിട്ട് ഒരു ബീജാക്ഷരം ആണ്. അപ്പോ സ്വാധിഷ്ഠാനത്തിലെ ബം, ഭം, മം, യം, രം, ലം. മണിപൂരകത്തിലെ ഡായിട്ട, ണ, ത, ഥ, ദ, ഥ, ന, പ, ഭ. അനാഹതത്തില് കം മുതല് ആ ഒരു എന്താ ഠം വരെ, അതിന് കഠം എന്ന് പറയാറുണ്ട് അല്ലെ. കായ്ക്ക ഗായിക്ക ങ, ചായ്ച്ച ജായിച്ച ഞ, ടം ഡം. അപ്പൊ വിശുദ്ധി ചക്രത്തിലെ മാതൃക അക്ഷരങ്ങള്, അത് ആ മുതല് ആ ഈ മുതല് ഈം, അതായത് ദേവി മന്ത്രമാണ് ഈം എന്ന് പറഞ്ഞ ഈംകാരം. ആ മുതല് അഹ വരെ 16 സ്വരാക്ഷരങ്ങള്. അപ്പൊ മഹത്തത്വങ്ങളാണ് ഓംകാരം, അമ്മ, ഋഷികളെ എല്ലാ തത്വങ്ങളും ഈ സ്വരാക്ഷരങ്ങളിൽ അടങ്ങിയിരിക്കുകയാണ്. ഒരു ജീവന് ശരിക്കും പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള നോളജ് കിട്ടുന്നത് ഈ അക്ഷരങ്ങൾ വെച്ചാണ്. ആജ്ഞാചക്രത്തിൽ 2 അക്ഷരമേ ഉള്ളൂ, ഹം, ഷം. ഇപ്പൊ സഹസ്രദളം എന്ന് പറഞ്ഞാൽ ഓംകാരമാണ്. ഓം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ 6500 ഭാഷകൾക്ക് ഈ 51 അക്ഷരങ്ങൾ വെച്ചാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ചൈനീസ് ഭാഷയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. ആ ഊ മ ഇല്ലേ, ആ ഊ മകാരം ആണ് അമ്മ എന്ന പേര് വരുന്നത്. ഇപ്പൊ യോഗിനി ന്യാസം പറയണു, നമ്മുടെ ശരീരം മുഴുവനും യോഗിനി മയാണ്. 64 കോടി യോഗിനി ഗണങ്ങള് എല്ലാവരും ഓരോ ശരീരത്തിലുണ്ട്. ഇതിനെ ആക്ടിവേറ്റ് ചെയ്താലേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ആ പൂർവ്വ പുണ്യമാണ് ഈ ജന്മത്തിന് ആധാരം എന്ന് പറയുന്നത്. കോടി ജന്മങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, ഏത് ജന്മമാണ് തിരിച്ചറിയാൻ നമുക്ക് സാധ്യമല്ല. അപ്പൊ നമ്മുടെ മനസ്സ് ചഞ്ചലമാണ്. കാരണം മനസ്സാണ് നമ്മുടെ DNA എവിടെയൊക്കെയാണ് ബന്ധപ്പെട്ടിട്ടുണ്ടോ അത് ആക്ടിവേറ്റ് ആകുമ്പോഴാണ് മനസ്സ് ചഞ്ചലമാകുന്നത്. അപ്പൊ പ്രതിഫലനം എന്ന് പറഞ്ഞാൽ എന്താ, ജന്മങ്ങൾ വേണം. ഇപ്പൊ ഒരു ജീവനെ ശുദ്ധീകരിച്ചെടുക്കാനായിട്ട് അനേക ജന്മങ്ങൾ എടുക്കുമെന്ന് പറയുന്നു. നമ്മുടെ ശരീരം ദേവി ഇരിക്കുന്ന ഒരു ശ്രീകോവിലാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ കരുതണം. കാരണം ക്ഷേത്രത്തിൽ പോയാലും ആ ക്ഷേത്രത്തിൽ പോകുന്ന ഈ ശരീരത്തിനുള്ളിലാണ് ശരിക്കും ആ ഒരു എന്താ പറയാ ആക്റ്റീവായിട്ട് അല്ലെ നമുക്ക് അനുഭവവേദ്യമാകുന്ന ദേവി ഇരിക്കുന്നത്. ഇപ്പൊ ശരീരത്തിലെ ചില സ്ഥാനങ്ങളിൽ ദേവി ചൈതന്യം നമ്മൾ ആ കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കും. ആ 6 ചക്രങ്ങൾക്ക് അധിഷ്ഠാനമായിട്ടുള്ള ദേവതകളെ ശരീരത്തിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ വിശുദ്ധിയിൽ നിന്ന് മൂലാധാരത്തിൽ പോയി, അവിടെ നിന്ന് ആജ്ഞയിൽ വന്ന്, അവിടെ നിന്ന് ബ്രഹ്മരന്ധ്രത്തിൽ വഴി സഹസ്രാര പത്മത്തിലെത്തി വീണ്ടും അത് താഴോട്ട് വരും. ഇപ്പൊ ലളിതാ പരമേശ്വരിയെ അമ്മയും ഉപാസ്യ ദേവതയായിട്ടും കരുതുന്ന ഒരു സാധകന് നാച്ചുറൽ ആയിട്ട് കുണ്ടലിനി ഉത്ഥാപനം ഉണ്ടാകും, ഉറപ്പാണ്. അതിനുവേണ്ടി പ്രത്യേകിച്ച് യോഗ പ്രാക്ടീസിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ജന്മങ്ങളിലൂടെ കർമ്മവാസനകളെ എല്ലാം ത്യജിച്ച് ആ ഒരു ആത്മപിണ്ഡം വെച്ച ഒരു സന്യാസിക്ക് തത്പദ ലക്ഷ്യാർത്ഥം മനസ്സിലാക്കി ആ ഒരു ഉപകാരാർത്ഥം ജീവിക്കും. ലോക ഉപകാരാർത്ഥമാണ് പിന്നെ അവര് ജീവിക്കുന്നത്. അപ്പൊ ആ ഒരു പരോക്ഷ ഭക്തിയുള്ളവർക്ക് കുണ്ടലിനി ഉണരും. ഇപ്പൊ വളരെ സെൻസിറ്റീവായിട്ട് മാറും ഇത്തരക്കാര്. ഇപ്പൊ ന്യാസം ചെയ്ത ദേവതാ ശക്തിയെ ഉണർത്തുന്ന 8 വിസിബിൾ അമ്മമാരുണ്ട് അല്ലേ, 8 പേര് അല്ലേ. ആ ഒരു ഇൻവിസിബിൾ മദേഴ്സ് എന്ന് നമുക്ക് പറയാം, വിസിബിളും ഇൻവിസിബിളും അല്ലെ, അഷ്ടമാതൃക്കള്. അപ്പൊ ദേവി എന്തിനാണ് ഈ ആയുധങ്ങൾ വെച്ചിരിക്കുന്നത്? ഓരോ അസുഖത്തിന് ഓരോ മരുന്ന, ഓരോ ശത്രുക്കൾക്കും അവരുടെ പവർ അനുസരിച്ച് ഓരോ ആയുധങ്ങൾ. അപ്പൊ നമ്മുടെ ഉള്ളിലെ വാസനകളെ ഇല്ലാതാക്കാനാണ് ദേവി ആയുധങ്ങൾ വെച്ചിരിക്കുന്നത് അല്ലെ. ഖട്വാങ്കാദി പ്രഹരണ. ഇപ്പൊ വിശുദ്ധിയില് ഡാഗിനി, വിശുദ്ധിയില് ആ ഒരു ദ്വൈതഭാവം ഉണ്ടാക്കിയിട്ട് മാറ്റിയിട്ട് അദ്വൈത ഭാവം വരണം. അവിടെ നമ്മൾ പ്യുവർ ആൻഡ് വൈറ്റ് ആണ് അല്ലെ. ആ ഒരു നമ്മുടെ ചക്രങ്ങളെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാല് ആ ഒരു വെള്ള നിറാണ്. അപ്പൊ ആ ഒരു ഖണ്ഡപത്മത്തിലെ 16 പത്മങ്ങള്, അതിൽ 16 ദേവതകള് ആ മുതല് അം വരെ. അനാഹതത്തിൽ 2 മുഖമുള്ളതാണ്, കറുത്ത നിറാണ്. നമ്മുടെ ഹൃദയത്തിന് 2 അറകളുണ്ട്, ഒന്ന് നല്ലത് ഒന്ന് ചീത്ത അല്ലെ, ദ്വിമുഖി. ഇവിടെ രണ്ടും ഫങ്ഷൻ ആ ഒരു ഹാർട്ട് ഫങ്ഷൻ ചെയ്യാൻ ആവശ്യമാണ്. അതാണ് വിദ്യയും അവിദ്യയും. അപ്പൊ ഹൃദയത്തിലെ പൂർണ്ണ തൃപ്തിയുള്ളവനെ മോക്ഷം കിട്ടുന്നുള്ളൂ. അപ്പൊ ആ ഒരു ദംഷ്ട്രോജ്വല അക്ഷമാലാദിതര. അപ്പോ ശരിക്കും പറഞ്ഞ രാമ എന്നാല് 2 ദംഷ്ട്രങ്ങള്. ശരിക്കും പറഞ്ഞാൽ ശിവൻ ജപിക്കുന്ന മന്ത്രമാണ് രാമമന്ത്രം അല്ലെ, താരക മന്ത്രം എന്ന് പറയാറുണ്ട്. എന്ത് പാപങ്ങളും ഇല്ലാതാകുന്നതാണ് ഇല്ലാതാക്കുന്നത് പല്ലുകളാണ്. അപ്പൊ മേടമാസത്തിൽ സൂര്യൻ ഉച്ചമാണ്, തുലാം സൂര്യൻ നീചാണെന്ന് പറയാറുണ്ട്. ശരിക്കും വജ്രശക്തി അല്ലെ, ആ ഒരു 2 പല്ലുകള്. അപ്പോ ആ ഒരു എന്താ പറയാ
ആ ഗ്ലോബില് 360 ഡിഗ്രി ദേവി ഉപാസകർക്ക് 4 നവരാത്രികളുണ്ട്. ഭൂമിയിലെ മനുഷ്യജീവികൾക്ക് പാപ ഉന്മൂലനം ചെയ്യാൻ പറ്റുന്ന സമയമാണിത്. രാഗിണി എന്ന് പറയുന്നത് ഹൃദയപത്മത്തിലെ ശൂലം, കപാലം, ഡമരു, കാളരാത്രി മുതല് ഇപ്പൊ കചടതപയിലെ 12 ദേവികള്, ദേവിയുടെ കയ്യിലെ ജപമാല, ജപം കൊണ്ടാണ് ദേവിയെ അടയാൻ പറ്റുന്നതെന്ന് കാണിക്കുകയാണ്. ശൂലം 3 ഗുണങ്ങൾ ഒന്നായിട്ട് ഗുണാതീത, കപാലം എന്ന് പറഞ്ഞ ഭിക്ഷാപാത്രം, ഡമരു നാദം. അപ്പൊ പാപങ്ങൾ ഇല്ലാതാക്കുന്ന ആ ഒരു ശുദ്ധ ഡമരു ശബ്ദം. അപ്പൊ ഡമരു കുലുക്കി മഹാദേവൻ ലിപികൾ ഉണ്ടാക്കണു. അപ്പൊ അടുത്തത് ആ ഒരു ജാഗ്രത സുഷുപ്തി അവസ്ഥകളാണ് അതിന് മേലെ ഉള്ളവര്. അപ്പൊ ശരിക്കും പറഞ്ഞാല് മഹാവീരരാണെന്ന് പറയണു അല്ലേ. രക്തം, മണിപൂരകം, 10 ദളം, 3 മുഖം, ആ ഭൂതം, ഭാവി, വർത്തമാനം, ഭൂതം, ഭാവി, വർത്തമാനം എല്ലാം അറിയാനുള്ള ശക്തി. ഇപ്പൊ ലാഗിനി എന്ന് പറയുന്ന പൊക്കൾ. കലിയുഗത്തില് ആഹാരത്തിലാണ് ജീവൻ നിലനിൽക്കുന്നത് അല്ലെ. അന്നം എന്ന് പറയുന്നത് എന്താ? ഭൂർഭുവ സുവ എന്ന് ജപിച്ച് ആഹാരത്തെ പ്രോക്ഷണം ചെയ്യണം. എന്ത് മനസ്സ് ശുദ്ധിയാണെങ്കിലും DNA നമ്മളെ എന്താ പറയാ അടയാതെയാണ് ഗായത്രി പ്രോക്ഷണം എന്ന് പറയുന്നത്. പിന്നെ ഓം ഭൂർഭുവസ്വ എന്ന് ജപിച്ച് നമ്മുടെ ശരീരത്തിൽ ഒട്ടിയിരിക്കുന്ന ജീവന് ആഹാരം കൊടുക്കണം. ഇപ്പൊ ലാഗിനി ദേവിയാണ് ഇത് പ്യൂരിഫൈ ചെയ്യുന്നത്. ആ ഒരു വജ്രശക്തി അല്ലെ, ദണ്ഡം, അഭയം, വജ്രം, ശക്തിദണ്ഡം, അഭയമുദ്ര. ഇത് മാംസം ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ വയറിലെ ആ ഒരു ചേണിങ് എഫക്റ്റ്, അതാണ് മാംസം ഉണ്ടാക്കുന്നത്. എത്ര എത്ര ക്യൂ നിന്നിട്ടാണ് നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടിയെന്ന് നമ്മൾ തിരിച്ചറിയണം. പക്ഷെ കിട്ടിയപ്പോ അവർക്ക് അഹങ്കാരികളായിട്ട് മാറുകയാണ് അല്ലെ. അതിനെ വെറുതെ മിസ്യൂസ് ചെയ്ത് കളയുകയാണ്. അപ്പൊ ആ ഒരു സമസ്ത ഭക്തർക്കും സുഖം കൊടുക്കുന്ന ലാകിന്യംബ സ്വരൂപിണി അല്ലെ. സ്വാധിഷ്ഠാന ചക്രം 6 ദളങ്ങള്, 4 മുഖം, കാകിനി. ഒരു എന്താ പറയാ മനുഷ്യന് 6 ദുഃഖങ്ങള് മാറ്റുന്നതാണിത്. 4 മുഖം, സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇത് 4ഉം കൊടുക്കുന്നവളാണ്. അപ്പൊ സ്വാധിഷ്ഠാനങ്ങൾ എന്ന് പറയുമ്പോൾ ആശകൾ കൂടുതൽ സ്വാധിഷ്ഠാന ചക്രം ജയിച്ചാലേ അഷ്ടസിദ്ധികൾ വരുള്ളൂ അല്ലെ. അപ്പൊ ജിതേന്ദ്രിയനാകെന്ന് പറയുന്നു. അപ്പൊ മഞ്ഞവർണം, മേധസ്, മധുവാണ് ഇഷ്ടം. മധു എന്ന് പറഞ്ഞാൽ കൗണ്ട് കൂട്ടുന്നതാണ്. മേധസ്, ആയുസ്, ഓജസ്, തേജസ്, എന്താ പറയാ ആ ഒരു മഹസ് ഒക്കെ ദേവതകളാണ്. 6 ഭയങ്കരമായിരിക്കുന്ന ദേവികള് 6 ദളങ്ങളിൽ ഇരിക്കുകയാണ്. ഭദ്രകാളി, ലംബോഷ്ടി, ആ ഒരു ബന്ധിനി തുടങ്ങിയുള്ള ദേവതകള്. അപ്പൊ ബന്ധിനി ജീവനെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. അപ്പൊ ഈ ദേവിക്ക് തൈര് ശാദം വളരെ ഇഷ്ടമാണ്. ഇതിലിരിക്കുന്ന ആ ഒരു എന്താ പറയാ ഈ തൈരിലുള്ള ബാക്ടീരിയകള് അത് ബാക്ടീരിയകൾ വളരെ പ്രയോജനമാണ്. കാരണം നമ്മുടെ എന്താ പറയാ തൈര് ശാദം, തൈര് കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പല നെഗറ്റീവ് കാര്യങ്ങൾ ഇല്ലാതാകുന്നു പറയുന്നു. അപ്പൊ മൂലാധാരം സാകിനി, 4 ദളങ്ങള്, ശ്രീ, ശാന്ത, സരസ്വതി, വരദ. ദേവിക്ക് പയറുവർഗ്ഗങ്ങളാണ് ഇഷ്ടം. ഇത് കഴിച്ചാല് അസ്ഥിക്ക് നല്ലതാണ്. പിന്നെ ആജ്ഞാചക്രം, ഹാഗിനി. ഇപ്പൊ ശുക്ലവർണം, ഹാക്ഷ എന്നുള്ള ഹം ഷം 2 ദേവതകളാണ്. ആ ഒരു എന്താ പറയാ ഹംസവതി, ക്ഷേമാവതി. ഇപ്പൊ സമസ്ത ബ്രഹ്മാണ്ടങ്ങളെ അറിയുക. അച്ഛൻ, അമ്മ, ശിവൻ, ശക്തി ഇല്ലേ. വിദ്യ അവിദ്യ ചേർന്നാല് ബ്രഹ്മാണ്ടായി. ഇപ്പൊ ബ്രഹ്മത്തെ പോലെ തന്നെയാണ് അണ്ടവും. അപ്പൊ ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഷഡ് വൈരികളെ ഇല്ലാതാക്കുന്നവൾ. അപ്പൊ മഞ്ഞൾ കുങ്കുമങ്ങളുടെ മധ്യത്തിലിടണം. അപ്പം മഞ്ഞള് കുങ്കുമം ഭ്രൂമധ്യത്തിൽ എപ്പോഴും ധരിക്കണം ഒരു ദേവി ഉപാസക. ഇപ്പൊ വൈരികൾ ഇല്ലാതാകും. ഇപ്പൊ മഞ്ഞളാകുന്ന ആ ഒരു മഞ്ഞൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് എന്താ പറയാ മഞ്ഞൾ സാദം വളരെ വിശേഷമാണ്. മഞ്ഞള് ഒരുപാട് ദോഷങ്ങളെ ഇല്ലാതാക്കുന്നത്, നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുന്ന ഔഷധമാണ്. അപ്പൊ നാരങ്ങ ദേവി ശരിക്കും പറഞ്ഞാൽ നാരങ്ങ വിളക്ക് കത്തിക്കുമ്പോൾ എന്താ പറയാ ഒരു മോതിര വിരല് ചൂട് അധികമാണ് മറ്റു വിരലിനേക്കാളും അല്ലെ. ചൂടുണ്ട്. ആ വിരല് കൊണ്ട് ഭ്രൂമധ്യത്തിൽ കുങ്കുമം ഇടണം എന്ന് പറയാറുണ്ട്. ഈ ഭൂമിയിൽ നാരങ്ങ വരാൻ കാരണം ദേവി കൊണ്ടുവന്നാണ് പറയുന്നത്. അപ്പൊ മോതിര വിരലില് അധികം ചൂടുണ്ട്. മറ്റു വിരലിനേക്കാളും ചൂടുള്ളത് കൊണ്ട് അത് ഹൃദയവുമായിട്ട് കണക്റ്റഡ് ആണ്. ആ വിരല് കൊണ്ടാണ് ഭ്രൂമധ്യത്തിൽ കുങ്കുമം ഇടേണ്ടത്. അപ്പൊ മോതിര വിരല് ഭ്രൂമധ്യത്തിൽ വെച്ച് ഓം ജപിക്കാം. അവിടെ പ്രസ് ചെയ്യരുത്, പതുക്കെ. അപ്പൊ ക്രിയയില് ആ ഒരു പവർ ഉണ്ടാകുമെന്ന് പറയാറുണ്ട്. അടുത്തത് സഹസ്രദളം യാഗിനി ദേവിയാണ്.
എണ്ണമറ്റ ദളങ്ങള്, ജീവന് അനേകം കോടി യോഗിനികള് അവിടെ രക്ഷിക്കുകയാണ്. ഈ ജീവന് 51 അമ്മമാരുണ്ടെന്ന് പറയുന്നു. ഈ ജീവന്റെ, അതായത് ഈ ജീവൻ എന്ന് പറയുന്ന തന്റെ ശരീരത്തിലിരിക്കുന്ന ശക്തികളെ എപ്പോഴും തിരിച്ചറിയുന്നത് ഒരു മനുഷ്യൻ തന്റെ ജീവന് കാരണം തന്നെ രക്ഷിക്കുന്ന ഈ ശക്തികളെ തിരിച്ചറിയുമ്പോഴാണ് ആ ജീവനാണ് ശരിക്കും 51 അമ്മമാരുണ്ടെന്ന് പറയുന്നത്. ഈ 51 പീഠത്തില് 51 ദേവിമാരില്ലേ? ഈ സത്യം ഓരോ സാധകനും തിരിച്ചറിയണം. ജീവനാണ് പരാശക്തി എന്ന് തിരിച്ചറിയണം. അല്ല ഞാൻ എന്ന ശരീരമാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് എല്ലാ യോഗിനികളും അപ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പൊ സഹസ്രാരത്തില് സർവായുധം സർവവർണം ശുക്ലം. ഇനി ശരിക്കും പറഞ്ഞാൽ ഒരു പ്രജയെ സൃഷ്ടി ചെയ്യാൻ കഴിവുള്ളത് അല്ലേ? കുണ്ടലിനി യോഗം, യോഗിനി ന്യാസം എല്ലാം തന്നെ ഒരു ജീവനെ പരബ്രഹ്മത്തിലെത്തിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതില് ആ ഒരു ഡിവൈൻ മദർ അല്ലെ, ജഗദംബികയായിരിക്കുന്ന അമ്മ നമുക്ക് കാണിച്ചു തരികയാണ് അൾട്ടിമേറ്റ് ആയിരിക്കുന്ന നോളജ്, അല്ലെങ്കിൽ നമ്മളെ ആ ഏറ്റവും ഉയർന്ന അറിവ് മനുഷ്യൻ ഉണ്ടാകുന്നത് എന്താ? ശരിക്കും പറഞ്ഞാല് ഈ ഒരു ലളിതാ സഹസ്രനാമം പഠിക്കുമ്പോൾ കിട്ടുന്ന അറിവാണ്. അത് ബ്രഹ്മാണ്ടത്തെക്കുറിച്ചും പിണ്ടാണ്ടത്തെക്കുറിച്ചും അവനവന്റെ ശരീരത്തെക്കുറിച്ചും ഈ പ്രകൃതിയെക്കുറിച്ചും എല്ലാം തന്നെ ഓരോ നാമങ്ങളും നമുക്ക് പറഞ്ഞു തരികയാണ്. ശരിക്കും പറഞ്ഞാല് നമ്മൾ ഇത് മനസ്സിലാക്കി ആ ഒരു എന്താ പറയുക, നമ്മൾ ആ ഒരു പ്രഷ്യസ് ആയിരിക്കുന്ന ഈ വളരെ അത്ഭുതകരമായിരിക്കുന്ന ഈ ജഗദംബിക, ഈ അമ്മ നമുക്ക് ശരിക്കും പറഞ്ഞാല് എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നത് അല്ലെ? അപ്പൊ ആ അമ്മ എവിടെയാ ഇരിക്കുന്നത്? നമ്മുടെ ശരീരത്തിലിരുന്ന് അമ്മ തന്നെ നമുക്ക് നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിച്ച് ഈ കാര്യങ്ങളെ മനസ്സിലാക്കി തരുന്നു. ഒരു അമ്മ മാത്രമാണ് സ്വന്തം കുഞ്ഞിനോട് അത്ര ആത്മാർത്ഥതയുള്ളത് അല്ലേ? ശരിക്കും പറഞ്ഞാല് നമ്മൾ അമ്മയെ തേടി എവിടെയാ നടക്കുന്നത്? വെളിയില് അല്ലേ? വെളിയിൽ എല്ലായിടും അന്വേഷിച്ച് നടന്നിട്ട് അകത്ത് മാത്രം ഹൃദയ ഗുഹയിലിരിക്കുന്ന അമ്മയെ നമ്മൾ കണ്ടെത്തുന്നില്ല. അപ്പൊ ആ ഒരു പത്മമധ്യത്തില് ശ്രീനഗരത്തിലെ ചിന്താമണി ഗൃഹത്തിലെ പഞ്ചബ്രഹ്മത്തിന്റെ മുകളില് അനേക കോടി ദേവതകളായിട്ട് ആ സേവിച്ചുകൊണ്ട് അല്ലെ, അഹമിത്യേവ വിഭാവയേ ഭവാനിയും. ശരിക്കും പറഞ്ഞാല് പല ആയുധങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് പല ചക്രങ്ങളിൽ ഇരിക്കുന്നുണ്ട് അമ്മ. ഇവിടെയോ അമ്മ പാശവും അങ്കുശവും പുഷ്പബാണങ്ങൾ അല്ലെ, പാശാങ്കുശങ്ങളും ആ ഒരു കയറും തോട്ടിയും കയ്യിൽ വെച്ച് അമ്മ ഇരിക്കുകയാണ്. അമ്മയുടെ പാദങ്ങൾ മാത്രം മതി, ആ പാദസ്മരണം മാത്രം മതി അല്ലേ? ശരിക്കും പറഞ്ഞാല് അമ്മ ആ ഒരു ആയുധങ്ങളെല്ലാം തന്നെ ശരിക്കും മാസ്റ്റർ കീ ആണ്. നമുക്കൊരു ഏതിനും നമ്മൾ മാസ്റ്റർ കീ, എന്ത് പൂട്ടും തുറക്കാൻ പറ്റുന്ന ഒരു താക്കോൽ ഉണ്ടാവും അല്ലെ? അപ്പൊ ധാരാളം എത്ര അസുരന്മാരാണ് അമ്മ എന്താ പറയാ യുദ്ധം ചെയ്ത് തോപ്പിച്ച് നമ്മുടെ ശരീരത്തെ രക്ഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ആ ഒരു വർണ്ണരൂപിണിയായിട്ട് ശരിക്കും പറഞ്ഞ ആ ഒരു മന്ത്രത്തെ നമ്മൾ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ അതിന്റെ മന്ത്രത്തിന്റെ ശക്തി അങ്ങനെ ചെയ്യുന്നവർക്കെല്ലാം തന്നെ അതിന്റെ ശക്തി കുറഞ്ഞ് ആ ഒരു വിഡ്രോ ചെയ്യുന്ന ആ ദേവി ശക്തിയെ പിൻവലിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോ ശരിക്കും പറഞ്ഞാല് ആ ഒരു എന്താ പറയാ ദേവി എപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിഡ്രോ ചെയ്യണത് അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിച്ചാല് ആസുരിക ഭാവങ്ങൾ വർദ്ധിക്കുമ്പോഴാണ്. ഇന്നിപ്പോ ന്യൂ ഏജ് തെറാപ്പി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലെ, NAT, മന്ത്രങ്ങള് ശരീരം മനസ്സ്. അപ്പൊ ശരീരത്തെ ചികിത്സിക്കുന്നതിന് മുമ്പ് മനസ്സിനെ ചികിത്സിക്കണം എന്നാ പറയുന്നത്. അപ്പൊ ശരീരവും മനസ്സും വളരെ ചേർന്നിരിക്കുകയാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഓട്ടോ സജഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം മനസ്സിനെ ചികിത്സിച്ചിട്ട് വേണം ശരീരത്തിനെ ചികിത്സിക്കാനെന്ന് പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുണ്ടലിനി യോഗം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ശരിക്കുള്ള സാധകൻ മനസ്സിലാക്കും 51+7 അതായത് 58, അവരുടെ ആ 58 ശക്തികള് നമ്മുടെ ശരീരത്തിന്റെ ഭാഗം തന്നെയാണ്. കാരണം ആ 64 കോടി യോഗിനികളാണ് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നത്. എല്ലാം കൂടി ആ ഒരു എന്താ പറയാ ഡിവൈൻ മദർ അല്ലേ, ജഗദംബികയായിരിക്കണ നമ്മുടെ പരാശക്തി നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ശരീരത്തെ സംരക്ഷിക്കുന്നത് ഈ യോഗിനികളെ വെച്ചിട്ടാണ്. അതിലൂടെ ആ ലിബറേഷൻ എന്ന് പറയുന്ന അല്ലെ മോക്ഷം കൊടുക്കുന്നതും ഈ ഒരു എന്താ പറയാ ഈ പ്രാപഞ്ചിക ജീവിതത്തിൽ നിന്ന് ആ ഒരു ട്രാൻസ്മൈഗ്രേഷൻ പ്രോസസ് എന്ന് പറയുന്നത് എന്താ? ഇതിനെ മനസ്സിലാക്കി ഇത് വെറും ജഡമാണ് അല്ലെ, ഇതിനെ ഇവിടെ ഉപേക്ഷിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കി ആ ഒരു ലൗകികത്തിന്റെ വില നമുക്ക് ആ മായ കൊണ്ട് നമുക്ക് വലുതാണെന്ന് തോന്നുന്നത് ഒന്നുമില്ല എന്ന് കാണിച്ച് ഇവിടെ നിന്ന് മോക്ഷം കൈവല്യ പദത്തെയും കൊടുക്കണു ഈ അമ്മ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മുഴുവൻ പ്രപഞ്ചവും എന്ന് പറഞ്ഞാൽ എന്താ? ടൈം ആൻഡ് സ്പേസ് ആണ് അല്ലേ? ശരിക്കും പറഞ്ഞാല് സൗണ്ട് ആൻഡ് ഫോം. അപ്പൊ ആ ഒരു ശബ്ദവും രൂപവും നമ്മൾ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സൗണ്ട് ആൻഡ് ടൈം ആണത്. ശരിക്കും ആ ഒരു നമ്മുടെ ശരീരത്തില്
നമ്മൾ ഇരിക്കുന്ന നമ്മുടെ ദേവതകളെല്ലാം തന്നെ നമ്മുടെ പരാശക്തി ഉൾപ്പെടെയുള്ള ഈ ചതുഷ്ഷഷ്ടി കോടി യോഗിനികൾ എല്ലാം തന്നെ വളരെയധികം സന്തോഷമാവുകയാണ്. അവരതിന്റെ സ്വസ്ഥാനങ്ങളിൽ ഇരുന്നത് കേൾക്കുകയാണ്. ശരിക്കും പറഞ്ഞാല് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാം പാപവാസനകള് അല്ലെ, ഇറാഡിക്കേറ്റിംഗ് ഓൾ സിൻസ്, എല്ലാ പാപങ്ങള് പൂർവജന്മാർജിതമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന അനേക വാസനകള് എല്ലാം തന്നെ ശരിക്കും പറഞ്ഞാല് നമ്മുടെ അവിദ്യയിൽ നിന്ന്, ആ ഒരു ഇഗ്നോറൻസ് എന്ന് പറയുന്ന തലത്തിൽ നിന്ന് നമ്മൾ ശരിക്കും പറയണു, നമ്മൾ മനസ്സിലാക്കണു, നമ്മുടെ ആ ഒരു ആത്മാവാണ് സത്യം, ആത്മശക്തിയാണ് സത്യം. അത് നമ്മളെ ഈ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, നമ്മുടെ ജീവനായിരിക്കുന്ന അമ്മ തന്നെയാണ് അല്ലേ. ശരിക്കും പറഞ്ഞാല് ആ ജീവാത്മാ എന്ന് പറയുന്നത് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് പരമാത്മാ, പരമാത്മാവിന്റെ ചൈതന്യം തന്നെയാണ്. അതിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ലാത്തതാണെന്ന് നമുക്ക് തിരിച്ചറിയണം. ഈ എല്ലാ മാതൃക അക്ഷരങ്ങള്, ഈ ആൽഫബറ്റ്സ് എല്ലാം തന്നെ റെപ്രസെന്റഡ് ബൈ യോഗിനി ദേവീസ് അല്ലെ. ഈ 51 അക്ഷരങ്ങളും യോഗിനി ദേവികളാണ്. ഇപ്പൊ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഈ ദേവികളെ ആരാധിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ പ്രപഞ്ചത്തെ കുറിച്ച് ശരിക്കും പറഞ്ഞാല് പ്രപഞ്ചത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മളെ തന്നെയാണ് അറിയുന്നത് അല്ലെ. യു ആർ ദാറ്റ്, തത് ത്വം അസി, അഹം ബ്രഹ്മാസ്മി. ഇപ്പൊ നമ്മൾ ആത്മാ എന്ന് പറയുന്നത് ഓരോ ശരീരത്തിലും എന്താ പറയാ, ആ ഒരു പ്രാണവിദ്യയായിട്ട്, ലൈഫ് ഫോഴ്സ് ആയിട്ട്, ജീവനായിട്ട് അല്ലെ. വായു ത്വമേവം പ്രത്യക്ഷം ബ്രഹ്മാസി എന്നാ പറയുന്നത്. അപ്പൊ ഇത് പരാശക്തി തന്നെയാണ്. പരാശക്തി തന്നെയാണ് ഈ പറയുന്ന യോഗിനികളായിട്ട് അല്ലെ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നത്. അവരാണ് നമ്മുടെ ശരീരത്തെ എന്താ പറയാ പ്രാപ്തമാക്കി, ചക്രങ്ങളെ ഉണർത്തി, കുണ്ടലിനിയെ ഉണർത്തി, സഹസ്രാരത്തിൽ എത്തി പരമശിവനുമായിട്ട് ചേർന്ന് ആ ഒരു ബ്രഹ്മജിജ്ഞാസ ഉണ്ടാക്കി, എന്താ പറയാ സത്യത്തെ അറിയിച്ച് ഈ ജീവന് ഇനി ശരീരത്തിൽ വരാതെ ദേഹം എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ ദേഹം എന്ന് പറയുന്ന നശിച്ചു പോകുന്ന ആ ഒരു ഇല്യൂഷനിലേക്ക് വീണ്ടും വരാതെ ദേഹിയെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലേ. ഇപ്പൊ ആ ഒരു ബ്രഹ്മജ്ഞാനെ സമുത്പന്നെ ശുദ്ധാശുദ്ധം വിന്ധ്യതേ ജീവോ ജീവസ്യ ജീവനം. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ യോഗിനി ന്യാസം എന്ന് പറയുന്ന ഈ 12ാമത്തെ ചാപ്റ്റർ അല്ലെ, നമുക്ക് ഉയർന്ന തലം, കാരണം നമ്മൾ ഇനി അവസാനത്തിലേക്ക് കടക്കുകയാണ്. 13ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്ന വിഭൂതി വിസ്താര മാർഗഭേദ സാമരസ്യം. അത് 455 മന്ത്രങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പൊ ചാപ്റ്റർ 13 കഴിഞ്ഞ് അവസാനത്തെ 3 നാമങ്ങള് ശിവശക്തി സാമരസ്യം. അപ്പൊ നമ്മളിപ്പോ 12 അധ്യായങ്ങളാണ് ലളിതാ സഹസ്രനാമത്തിൽ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ 12 അധ്യായങ്ങളും വളരെ ഇത് ഒരു 5-6 പ്രാവശ്യം കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പലതും ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ ഇല്ലേ. അപ്പൊ അത് ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ ദേവിയെ അറിയാൻ സാധിക്കുള്ളൂ, ആ പൂർണ്ണമായിരിക്കുന്ന ശരണാഗതി ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ശരണാഗതി ചെയ്തെങ്കിൽ മാത്രമേ ശരീരത്തെ ഉണർത്തി ന്യാസങ്ങളിലൂടെ ഇല്ലേ, ശരീരത്തെ ഉണർത്തി ആയിരിക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ ഉണർത്തി ഏകമാക്കിക്കൊണ്ട് ഈ പരാശക്തിയെ അറിഞ്ഞുകൊണ്ട് ആ ഒരു യാത്ര പ്രയാണം ആരംഭിക്കാൻ പറ്റൂ. ജീവൻ ബ്രഹ്മത്തിലേക്കുള്ള പ്രയാണം ഇല്ലേ. അത് തന്നെയാണ് ദേവി നമുക്ക് അനുഗ്രഹിക്കുന്ന കൈവല്യ പദമുക്തി. അതിന് എനിക്കും നിങ്ങൾക്കും എല്ലാം സാധ്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ദേവിയുടെ പാദത്തിൽ സമർപ്പിക്കണു. ഭക്തിം ഭാഗ്യം യശജ്ഞാതിയും വിദ്യാബുദ്ധിം ശ്രീയമ്പലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു 12ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. നമുക്ക് വീണ്ടും നാമാർത്ഥങ്ങളിലൂടെ പോവാം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.